السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ശബ്ദം ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ശബ്ദം കുറവില്ലേ? കറണ്ടില്ല, എന്താവുക എന്നറിയില്ല. 2 മണിക്കൂറായി ഞങ്ങൾക്ക് കറണ്ടില്ല. ഇപ്പോൾ തൽക്കാലം ഇൻവെർട്ടർമേലാണ് ഉള്ളത്. ഒന്ന് കാത്തു നോക്കിയത് കണ്ടുവരുമോ എന്നുള്ള നിലക്കാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം ഓതാം. ഇത്തിക്കാഫിനെ സംബന്ധിച്ച് പറഞ്ഞു വന്ന് അതിന്റെ ഇടയിലായിരുന്നു ഇടയ്ക്ക് നമ്മൾ നിന്നുപോയത്. എവിടെ എത്തിയത് എന്ന് ഓർമ്മയുള്ളവര്, തൊഴിൽമീൻ സാധാരണ നോക്കുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോ ഇത്തികാഫിന്റെ ഭാഗം തന്നെ കുറച്ചുകൂടി ഓതാൻ ബാക്കിയുണ്ട്. ഇന്നലെ നമ്മുടെ ഹൈവേ മാർച്ചിന്റെ പ്രധാനപ്പെട്ട ലൈവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ ദർസ് നടക്കാതിരുന്നത്. ഇന്നലെ രാവിലെ ഇൻഷാ അല്ലാഹ് ഇന്നലെ മുതൽക്ക് തന്നെ തുടങ്ങും എന്ന് അറിയിച്ചിരുന്നു. പറഞ്ഞതനുസരിച്ച് ഇന്നലെ അസ്ർ നിസ്കാരാനന്തരം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഹൈവേ മാർച്ചിന്റെ ലൈവ് ഉള്ളത് കൊണ്ട് ഇന്നലെ പിന്നെ ദർസ് നടന്നില്ല. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട അത്തരം ചില ലൈവുകളുള്ള ദിവസമൊക്കെ എന്തായാലും നമ്മൾക്ക് മാറ്റി വെക്കേണ്ടി വരും. അല്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേക പ്രതിബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ തുടർന്ന് ഇൻഷാ അല്ലാഹ് ദർസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വകദാ ഇൻ ആദ ബഅദൽ ഖുറൂജി ലിനഹ്വി ഖലാഇൻ മൻ ഖയ്യദ ബിഹാ കയൗമിൻ ഫലൗ ഖറജ ആസിമൻ ലിഔദിൻ ഫആദ ലം യജിബ് തജ്ദീദു നിയ്യ. അവിടെയാണ് വെച്ചത് എന്നാണ് മിക്കവാറും എൻ്റെ ഓർമ്മ. അതായത് എൻ്റെ കയ്യിലുള്ള യാനത്തിലെ 294 പേജിൽ ആണ് അന്ന് ഓതി വെച്ചത്. അബൂ നൊയ്മാൻ ഉസ്താദ് ഒക്കെ ആയിരുന്നു നമ്മളെ ആലൂര് നാട്ടിൽ പോയതിന്റെ ശേഷം പബ്ലിക്കിൽ ഫത്വൽ മീൻ അടിച്ചിരുന്നത്. അതുപോലെ ആരെങ്കിലും ശ്രദ്ധയിലുള്ളവര്, സൗകര്യമുള്ളവരുണ്ടെങ്കിൽ പബ്ലിക്കിലൊന്ന് അടിച്ചാൽ ആളുകൾക്ക് നോക്കി വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വലാ യദുറുൽ ഖുറൂജു, പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ലാ യദുറു. അബൂ നൊയ്മാൻ ഉസ്താദ് നാട്ടിലാണ്, കണ്ടു. നാളെ ഞങ്ങൾ കൂടിയപ്പോ അബൂ നൊയ്മാൻ ഉസ്താദിനെയും കണ്ടിരുന്നു. ഒരു സ്ഥലത്ത് വറ യദുറു എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ സഹീഹാവുകയില്ല, അല്ലെങ്കിൽ ബാത്തിലാവും എന്ന് തുടങ്ങി കേവലം കറാഹത്ത് വരുന്നോടം വരെ ഉപയോഗിക്കുന്ന വാക്കാണത്. ഇപ്പൊ ഇവിടെ ലാ യദുറു എന്ന് പറഞ്ഞാൽ ഇത്തികാഫ് മുറിയൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പൊ എത്തിക്കാഫിന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് പുറത്തു പോയ ഒരാള്, എങ്ങനത്തെ എത്തിക്കാഫ്? നവാതതാബുഅഹു, തുടരെയായിട്ട് എത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു. ഒരാള് തുടരെയായി എത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു. അതിന് ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാള് ഇടക്ക് വെച്ച് അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് പുറത്തു പോയാൽ അതുകൊണ്ട് എത്തിക്കാഫ് മുറിയുകയില്ല എന്നാണ് ഈ ലായതുകൊണ്ട് അർത്ഥം. ഇങ്ങനെ ഈ തുടരെയായിട്ടുള്ള എത്തിക്കാഫിന് നിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ, കഅന്നവ, ഒരാള് നിയ്യത്ത് ചെയ്തതുപോലെ എത്തിക്കാഫിന് വേണ്ടി നിയ്യത്ത് ചെയ്തു. എന്താണ് നിയ്യത്ത് ചെയ്തത്? എത്തിക്കാഫ ഉസ്ബൂഇൻ മുതതാബിൻ, അങ്ങനെ കൂട്ടണം അവിടെ. തുടരെയായി ഒരാഴ്ച എത്തിക്കാഫ് ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരാള് എന്താക്കി, ഞാൻ ഇപ്പോൾ ഇന്നു മുതൽ തുടർച്ചയായി ഒരാഴ്ച എത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു എന്ന്. അതല്ലെങ്കിൽ ഔ ഷഹീരിൻ, കാന്നവ എത്തിക്കാഫ ഉസ്ബൂഇൻ ഔ ഷഹീരിൻ, അല്ലെങ്കിൽ ഒരു മാസം എത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു മുതതാബിൻ, അവിടെ അങ്ങനെ തുടരെയായിട്ട്. അപ്പൊ തുടരെയായി ഒരാഴ്ച അല്ലെങ്കിൽ തുടരെയായി ഒരു മാസം, ഇനി അത് വേണ്ട, തുടരെയായി 24 മണിക്കൂർ എന്നാലും മതി എത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്ത്. ഇതപ്പൊ മുത്തതാബി എന്ന് പറയുന്നത്. ഇപ്പൊ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തുടർച്ചയായിട്ട് 24 മണിക്കൂർ. അവിടെ മുത്തതാബി കൂട്ടാഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നത്തിന് മാറ്റം വരും. ഉദാഹരണം, ഒരാഴ്ച എത്തിക്കാഫ് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു ദിവസം എത്തിക്കാഫ് ചെയ്തു. പക്ഷേ ഇത്തിക്കാഫ് ഒരാഴ്ച എന്ന് പറഞ്ഞത് തുടർച്ചയായിട്ട് എന്ന് കരുതിയിട്ടില്ലെങ്കിൽ ഒരു ആഴ്ച ബാക്കി 6 ദിവസം കൂടി എത്തിക്കാഫ് ഇരുന്നാൽ മതിയാവും. ഇതങ്ങനെയല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഈ വെള്ളിയാഴ്ച രാവിലെ മുതൽ അടുത്ത വെള്ളിയാഴ്ച രാവിലെ വരെ ഉള്ള ഒരാഴ്ച എത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു. അപ്പൊ തുടർച്ചയായിട്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ എന്ന് നിയ്യത്ത് ചെയ്തു. എന്നിട്ട് വഖറജ ലിഖളാഇ ഹജത്തിൻ ലാ യദുറുൽ ഖുറൂജു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം. അപ്പൊ പിന്നെ വഖറജ ലിഖളാഇ ഹജത്തിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഏതായാലും നല്ലോണം തിരിഞ്ഞോട്ടെ എന്നുള്ളവർക്ക്. ഇങ്ങനെ തുടർച്ചയായി ഒരാഴ്ചയോ ഒരു ദിവസമോ ഒരു മാസമോ ഒക്കെ തുടരെയായി എത്തിക്കാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്ത ഒരു വ്യക്തി, അവൻ പള്ളിയിൽ നിന്ന് പുറത്തുപോയി എന്തിനു വേണ്ടി? ലിഖളാഇ ഹാജത്തിൻ, മലമൂത്ര വിസർജനം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതുകൊണ്ട് എത്തിക്കാഫ് മുറിയില്ല. അതപ്പ പറഞ്ഞേ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരാഴ്ച തുടർച്ചയായിട്ട് എത്തിക്കാഫ് ഇരിക്കാൻ, അല്ലെങ്കിൽ 24 മണിക്കൂർ തുടർച്ചയായിട്ട് എത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്ത ഒരാള് മൂത്രയിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടോ മലവിസർജനം ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഇടക്ക് വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ വലൂബില ശിദ്ദത്തിയ, അതിപ്പോ ഖളാഉ ഹാജത്ത് എന്ന് പറഞ്ഞ ഈ ഹാജത്ത് കഠിനമായി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത മൂത്രയിക്കാൻ മുട്ടലോ അസഹ്യമായ നിലക്കുള്ള മലവിസർജനത്തിന് മുട്ടലോ ഉണ്ടാവണമെന്നില്ല. മലവിസർജനത്തിന് പോകണം തോന്നി, അല്ലെങ്കിൽ മൂത്രിക്കണം എന്ന് തോന്നി, അതിനു വേണ്ടി പുറത്തു പോയാൽ അതുകൊണ്ട് എത്തിക്കാഫിന്റെ തുടർച്ച മുറിയുകയില്ല. അതുപോലെ തന്നെ ഓക്സിലി ജനാബത്ത് കുളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എത്തിക്കാഫ് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾക്ക് സ്വപ്നത്തിൽ സ്ഖലനം സംഭവിച്ചു പോയി. അപ്പൊ എത്തിക്കാഫായല്ലോ. അല്ല, എത്തിക്കാഫിന്റെ സമയത്ത് സ്വപ്നത്തിൽ സ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞ് പള്ളി നിൽക്കാൻ പറ്റൂലല്ലോ, ഉടനെ പുറത്തു പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തു പോയത് കൊണ്ടിട്ട് ഈ എത്തിക്കാഫ് മുറിയുന്നില്ല. സ്ഖലനം എന്ന് പറയാൻ കാരണം ഇനി വേറെ പറയും. എത്തിക്കാഫ് ബാത്തിലാവുന്ന വിഷയം പറയുന്ന കൂട്ടത്തിൽ സംയോഗം, സ്വയംഭോഗം തുടങ്ങിയത് കൊണ്ട് എത്തിക്കാഫ് ബാത്തിലാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞ ഉസ്ലി ജനാബത്ത് അങ്ങനെയല്ലാതെ സ്വയംഭോഗമോ അതല്ലെങ്കിൽ സംയോഗമോ തുടങ്ങിയ കാരണങ്ങളെ കൊണ്ടല്ലാതെ സ്വപ്നസ്ഖലനം തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് ജനാബത്തുണ്ടായി. അപ്പൊ ഈ ജനാബത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുപോയി. ഈ പുറത്തു പോകൽ കൊണ്ടിട്ടും എത്തിക്കാഫ് ബാത്തിലാവൂല. ഇസാലത്തി നജസിൻ, അതുപോലെ തന്നെ നജസിനെ നീക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുപോയി. വസ്ത്രത്തിലോ ശരീരത്തിലോ വല്ല നജസുമായി പോയി. അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തുപോയി ഇത്തികാഫ് ഇരിക്കുന്ന സമയത്തിനിടയിൽ. സംഗതി വൈനംകനഹുമ, ഈ ജനാബത്തിന് വേണ്ടി കുളിക്കല്
അതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ ഇവ രണ്ടിനും സൗകര്യപ്പെടുമെങ്കിലും ഫിൽ മസ്ജിദ് പള്ളിയിൽ വെച്ച് തന്നെ സൗകര്യപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പോലും ഈ കുളിക്കാൻ വേണ്ടിയിട്ടോ നജസിനെ കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടോ പള്ളിയിൽ നിന്ന് പുറത്തു പോയാലും ഇത്തികാഫ് ബാത്തിലാവൂല. ചെറുപ്പ ഉസ്താദിന്റെ ഫത്തുൽ മുഈന്റെ ഇബാറത്തുണ്ട്. ഉസ്താദ് അതൊന്നുകൂടി വലുതാക്കണം. ഇങ്ങളെ പോലത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ അങ്ങനത്തെ ചെറിയ എഴുത്തുണ്ടായാലും സുഖമായിട്ട് വായിക്കാം. ഇന്നെപ്പോലത്തെ വയസ്സന്മാർ അങ്ങനെ വരട്ടെ ഇന്നെപ്പോലത്തെ വയസ്സന്മാരാകുമ്പോ ഇപ്പൊ വലുതായി അങ്ങനെ അങ്ങോട്ട് വരണം. എന്നാലേ ഇപ്പൊ അത് ഇന്നെപ്പോലത്തെവർക്കൊക്കെ നോക്കി വായിച്ചാൽ കഴിയുള്ളൂ. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പ ഉസ്താദ് ആ ഫത്തുൽ മുഈന് അടിച്ചിട്ട് ആദ്യം ചെറിയ അടിച്ചു. സാധാരണ ചെറുപ്പ ഉസ്താദ് അങ്ങനെ അടിക്കല്. എന്നാൽ ഇന്നിപ്പം സ്വന്തം ആവശ്യത്തിന് നമ്മളാവശ്യത്തിനൊക്കെ അടിക്കുമ്പോ വയസ്സന്മാർക്ക് വേണ്ടിയിട്ട് വായിച്ചാൽ വലുതാക്കിയാണ്ട് എഴുതിയാല് സുഖമായല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ പള്ളിന്ന് ജനാബത്ത് കുളിക്കാൻ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ നജസ് കഴുകാൻ സൗകര്യമുണ്ട്. അങ്ങനെ പള്ളിന്ന് ജനാബത്ത് കുളിക്കാൻ പള്ളിന്റെ ഉള്ളില് എന്തുണ്ട്? ഇവൻ ഇരിക്കുന്നതിന്റെ അടുത്ത് ഒരു ഹൗദ് പോലത്തെ ഉണ്ട് കുട്ടിക്കോളി. 2 കൊല്ലത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 2 കൊല്ലത്ത് പൂർത്തിയായിട്ടോ അതിൽ കൂടുതലോ ഉള്ള ഒരു ഹൗദ് പോലത്തത് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് തന്നെ ഉണ്ട്. ജനാബത്ത് ഉണ്ടായാണ്ട് ഉടനെ അതിലിറങ്ങിയാണ് മുങ്ങി. അപ്പൊ പള്ളിയിൽ വെച്ചിട്ട് തന്നെ ജനാബത്ത് കുളിച്ച് എന്ന് പറയാലോ. ഇങ്ങനെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നജസ് പള്ളിയിൽ വെച്ച് തന്നെ വല്ല പാത്രമോ ഒറ്റോ വെച്ചിട്ട് അതിലേക്ക് കഴുകി. എന്നാല് അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഈ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയാൽ ഇത്തികാഫ് ബാത്തിലാവില്ല. എന്താ കാരണം? പുറത്തു പോകാൻ അത് ഉള്ളിൽ തന്നെ സൗകര്യപ്പെടുമെങ്കിൽ ഈ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയാലും ഇത്തികാഫ് ബാത്തിലാവില്ല എന്ന് പറയാൻ കാരണം കാരണം ഈ പുറത്തു പോവുക എന്ന് ഖുറൂജാണ് അസ്വനുലി മുറുവത്തിഹി, തന്റെ മാന്യതയെ കാക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ പള്ളി എന്നൊക്കെ പറയുന്നത് പബ്ലിക് സ്ഥലവും ആണല്ലോ. പബ്ലിക് സ്ഥലത്ത് വെച്ച് കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മാന്യതക്ക് ക്ഷതം ഏൽക്കാൻ സാധ്യതയുണ്ട്. ആ മുറുവത്തിന് കുറെ കൂടി സംരക്ഷണം കാവലും കിട്ടുക പുറത്തു പോയിട്ട. വലിയ ഹുർമത്തിൽ മസ്ജിദി നജസൊക്കെ ആവുമ്പം പാത്രം പോലത്തത് വെച്ച് വെള്ളമൊന്നും അയക്ക് തെറിക്കുന്നില്ലെങ്കിൽ പോലും പള്ളിയുടെ ഹുർമത്തിന് നല്ലത് നജസൊക്കെ കഴുകാവുന്ന പുറത്തു പോലെയൊക്കെ. അപ്പൊ അതുകൊണ്ട് നജസ് കഴുകേണ്ടതിന് വേണ്ടിയോ ജനാബത്ത് കുളിക്കേണ്ടതിന് വേണ്ടിയോ മറ്റോ ഒക്കെ പുറത്തുപോയി എന്നാലും എന്ത് വരൂല, ഇത്തികാഫ് തുടർച്ചയായി ചെയ്ത ഇത്തികാഫ് ബാത്തിലാവൂല. അഖിലി ത്വാമിൻ, ചിലയിൽ അവിടെ വാവില്ല. ചെറുപ്പുസ്തകത്തെ അവിടെ ഒരു വാവ് വെക്കണം, മനസ്സിലായില്ലേ? വലിയ ഹുർമത്തിൽ മസ്ജിദി എന്ന് കഴിഞ്ഞിട്ട് അഖിലി ത്വാമിൻ എന്നാണുള്ളത്, മനസ്സിലായില്ലേ? ഫത്തുൽമീന്റെ മറ്റേ ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ഈ ആനത്തിന്റെ കോപ്പിയിൽ അവിടെ വാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാവില്ലാഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ വരും അർത്ഥത്തിൽ. പുറത്തു പോകാൻ അവലോകർദ്ദനെ കലായിഹാജത്തിൻ ഓസിലി ജനാബത്തിൻ വിസാലത്തിൻ പറഞ്ഞിട്ട് വാക്കിന് ത്വാമിൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കില് താമിന്റെ അവിടെ എന്തുണ്ട്? വാവുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോവുക, അതും എത്തിക്കാഫ് ബാത്തിലാക്കൂല. അപ്പൊ തുടർച്ചയായിട്ട് 24 മണിക്കൂർ എത്തിക്കാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്ത ഒരാൾ കൂട്ടിക്കൊള്ളി. എന്നാൽ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോവാം. എന്താ? പള്ളിക്ക് ഉറമത്തുകേടൊന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കണോണ്ട്. അതിന് പറയണില്ലേ അന്നഹു യുസ്തഹിയാ മിൻഹു ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു നാണക്കേടുണ്ടാവുക. പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഒരു നാണക്കേട് തോന്നും. കാരണം ആൾക്കാരിങ്ങനെ ഒന്നും പോയി നിൽക്കുന്ന സ്ഥലല്ലേ പള്ളി എന്നൊക്കെ പറഞ്ഞ അവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു ഹയാന് കാരണമാണ്. അപ്പൊ ഒരു ഹുറുമത്തിന് നല്ലത് പുറത്തു പോകലാണ് അർത്ഥം. എന്നാൽ പള്ളി വെള്ളം നനയാതെ അഴുക്കാകാതെ വുളൂ ചെയ്യാൻ പള്ളിയുടെ ഔത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ പറ്റൂല. എന്നാൽ വലഹു, ഈ തുടരെയായിട്ട് ഇത്തികാഫ് ഇരിക്കുന്നവന് ജായിസാണ്
അൽ വുദൂ നിർവഹിക്കൽ ബഅദ ഖളാഇൽ ഹാജത്തി, ഖളാഉൽ ഹാജത്ത് അഥവാ മൂത്രയിക്കാൻ വേണ്ടിയിട്ടോ മലവിസർജനത്തിന് വേണ്ടിയിട്ടോ പുറത്തു പോകാന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പുറത്തുപോയി മലമൂത്ര വിസർജനം നിർവഹിച്ചു കഴിഞ്ഞു, ശുദ്ധിയാക്കി. ഇനി പള്ളി കയറുന്നതിന് ഒരു ഉദു എടുത്തട്ടെ എന്ന് കരുതി ഉദുവും കൂടി നിർവഹിച്ചാൽ അതുകൊണ്ടും കുഴപ്പമില്ല. തബഅല്ലഹു, കണ്ടോ, ഈ ഖളാ ഹാജത്തിന് അനുബന്ധമായിട്ട് ഏതായാലും മൂത്രമൊഴിക്കാൻ പോയതല്ലേ, മൂത്രമൊഴിച്ച് കഴുകി. മലവിസർജനത്തിന് പോയതല്ലേ, മലവിസർജനം കഴുകി. എന്നാ പിന്നെ ഒരു ഉദുവും കൂടി എടുക്കട്ടെ എന്ന് വെച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല, അത് ജായിസാണ് എന്ന് പറഞ്ഞാൽ മുതാബഅത്ത് മുറിയിലാണ്. എന്നാൽ ലൽ ഖുറൂജു ലഹു ഖസ്ദൻ, മനഃപൂർവ്വം ഉദു ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകൽ ജായിസാവൂല. ജായിസാവൂല എന്ന് പറഞ്ഞാൽ ഇത്തികാഫിന്റെ തുടർച്ച മുറിയൂന്ന്, അതാ, അല്ലാതെ ഹറാമാവുന്നുള്ള അർത്ഥത്തിനല്ല. മറ്റു വലഹു പറഞ്ഞ ജായിസാണെന്ന് പറഞ്ഞപ്പോ ജായിസാവൂല അലൽ ഖുറൂജു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ കത്ഫായിട്ട് പറയുമ്പം ഈ ഉദൂന് വേണ്ടിയിട്ട് പുറത്തു പോകല് ജായിസാവൂല എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അതുകൊണ്ട് ഇത്തികാഫിന്റെ തുടർച്ച പോകുന്നു, അതാണ് പറഞ്ഞത്. ഖസ്ദൻ, മനഃപൂർവ്വം ഉദു ചെയ്യാൻ എന്ന നിലക്ക് മാത്രം പുറത്തു പോകാൻ പാടില്ല. അത് പോയാൽ ഈ ഇത്തികാഫിന്റെ തുടർച്ച മുറിയും. അതുപോലെ തന്നെ വലാലി ഉസ്ലിൻ മസ്നൂനിൻ, സുന്നത്താക്കപ്പെട്ട കുളിപ്പ്, ഉദാഹരണം വെള്ളിയാഴ്ച ഉണ്ട്, എന്നാ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടിയിട്ടൊന്ന് കുളിക്കുക, ആ കുളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോവുക, അത് പറഞ്ഞേക്ക് ഇത്തികാഫിന്റെ തുടർച്ച മുറിക്കും. അപ്പോ ഒരു പക്ഷേ പള്ളിയിൽ വിഷമം കൂടാതെ നിർവഹിക്കാൻ പറ്റുന്ന കാര്യം, അതല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത കാര്യം എന്നിവക്ക് വേണ്ടി പുറത്തു പോയാൽ തുടർച്ച മുറിയൂന്ന്. അവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച, അപ്പത്തെ ചർച്ച എവിടെയാണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് 7 ദിവസം, 1 മാസം, 1 ദിവസം പോലത്തത് ഇത്തികാഫ് നില്ലിയാൽ അതിന്റെ ഇടക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോവാ, നജസ് കഴുകാനും ജനാബത്ത് കുളിക്കാനും വേണ്ടി പോവാ, അതൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ്, പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിന് എതിരുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തു പോകാൻ പാടില്ല. എന്നാൽ സുന്നത്ത് കുളിയോ, സുന്നത്ത് കുളി ഒരു നല്ല കാര്യം തന്നെ, ഇത്തികാഫിന് തുടർച്ചയായി ചെയ്യാൻ അതിലും വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ കാര്യം മുറിച്ചിക്കാണ്ട് ആ കാര്യത്തിന് പോകാൻ പറ്റൂല പറയും. ഇനി ഖളാ ഹാജത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ ബാക്കി 5 പറയുന്നത്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തു പോകാം, ആ പുറത്തു പോകുന്നതുകൊണ്ട് ഇത്തികാഫിന്റെ തുടർച്ച മുറിയൂല. ഖളാഉൽ ഹാജത്തിന്റെ സ്ഥലം ദൂരത്താണ് എന്നത് കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ പള്ളിയോടനുബന്ധിച്ച് ഇയാളെപ്പോലെയുള്ള ഒരു മാന്യനായ ആൾക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ പോയണം, എവിടെ പോകണമെങ്കിൽ ഇയാളെ വീട്ടിൽ പോകണം. ഇയാളെ വീട്ടിലാണെങ്കിൽ 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ നടന്നു പോകണം. അപ്പോ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിന്റെ ഇടക്ക് 1-1.5 കിലോമീറ്റർ ദൂരം വരുന്ന തന്റെ വീട്ടിൽ പോയി മലവിസർജനമോ മൂത്രവിസർജനമോ നടത്തി തിരിച്ചു വരണമെങ്കിൽ മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് തുടർച്ചയായിട്ട് നിർവഹിക്കാൻ നിയ്യത്ത് ചെയ്ത ഈ ഇത്തികാഫിന് അത് തകരാർ സംഭവിക്കോ? ഇല്ല. കാരണം ഇല്ല കൂനലി ആലിക്ക, ഇങ്ങനെ ദൂരത്തായതുകൊണ്ട് കുഴപ്പമില്ല അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്തുന്നത് പോലത്തതിന് ഉണ്ടായാലൊഴികെ മൗദുൻ അക്രബമെന്നു, ഇപ്പം പോയതിനെ കാട്ടിലും അടുത്ത ഇവർ യോജിക്കുന്ന നിലക്ക് ഉള്ള സ്ഥലം. ഉദാഹരണം പറഞ്ഞാൽ ഇവന്റെ വീട് 1 കിലോമീറ്റർ ദൂരെയാണ്, എന്നാൽ പള്ളിയുടെ തൊട്ട് ഏതാനും 1 ഫർലോങ് ദൂരത്തായിട്ട് ഇവന്റെ ഒരു മോന്റെ വീടുണ്ട്. അവിടെ പോയാലും മാന്യമായ നിലക്ക് ഇവനക്ക് മലമൂത്ര വിസർജനം ചെയ്യാം, അവനെ കൊണ്ട് മാന്യത കുറവൊന്നും വരൂല്ല. എന്നാ പിന്നെ ഈ 1 കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്നത് പാടില്ല, കാരണം അത് അത്യാവശ്യത്തിനല്ലല്ലോ പോയത്. അതേ സമയത്ത് അടുത്ത് തീരെ അതിന് സൗകര്യം ഇല്ല, അല്ലെങ്കിൽ ഉള്ള സൗകര്യം തന്റെ മാന്യതയ്ക്ക് യോജിക്കുന്നതല്ല. കാരണം എന്താ വെച്ചാൽ തന്റെ മക്കള്, അതുപോലെ തന്നെ ഉമ്മ അപ്പന്മാര് പോലെയുള്ള ഇവന്റെ അസിലോ ഫറോ ആയ ആളുകളുടേതോ ഇങ്ങനെയുള്ള ആളുകൾക്ക് അനുയോജ്യമായതോ ആയ മലമൂത്ര വിസർജന സൗകര്യമില്ല. അത് ഈ 1 കിലോമീറ്റർ ദൂരമുള്ള വീട്ടിലാണെങ്കിൽ അവിടെ പോകാൻ അതിന് സമയം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ വളരെ അങ്ങേയറ്റം ദൂരം,
വളരെ അങ്ങേയറ്റം ദൂരത്ത് പോകുന്നു. വളരെ അങ്ങേയറ്റം പോവുക എന്ന് പറഞ്ഞപ്പോ എന്താ അതിന്റെ കണക്ക്? വേറെ ഐ വലം ഔ ലം യകുൻ ലഹു മൗദിഉൻ അഖ്റബ ഇന്ന വലാകിൻ ഫഅഷ ബുഅദുൽ മൗദിഇ അല്ലദി ഫഅല ഫീഹി മാ ദുക്കിറ. അടുത്ത സൗകര്യം ഇല്ലെങ്കിലും ഈ ഒന്നിരിക്കൽ അടുത്ത സൗകര്യം ഇല്ല എന്നാൽ എത്ര ദൂരാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അടുത്ത സൗകര്യം ഉണ്ടെങ്കിൽ അമിതമായ വിദൂരത്ത് പോവുകയാണെങ്കിൽ അതുകൊണ്ടും കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇവന് ലായക്കാവുന്ന നിലക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുന്ന സ്ഥലം അടുത്തുണ്ടെങ്കിൽ പിന്നെ ദൂരത്തേക്ക് പോകുന്നത് തുടർച്ചയെ മുറിക്കും. അതേ സമയത്ത് ഇവനോട് ലായക്കാവുന്ന നിലക്ക് ഉള്ള സ്ഥലം അടുത്തൊന്നും ഇല്ല, ദൂരത്തന്നെ ഉള്ളൂ. എന്നാൽ എത്ര ദൂരത്താണെങ്കിലും അതുകൊണ്ട് കുഴപ്പമില്ല. അതാ പറയുന്നത് മാനം വെക്കുന്നില്ല അക്രമ വേറൊരാൾക്ക് അടുത്ത് വിസർജനത്തിന് പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷെ ഇവനെ പോലത്തെ ഒരാൾക്ക് യോജിച്ചതല്ല അത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവൻ ഒരു പക്ഷേ ഒരു പ്രമാണി മാന്യനായ ഒരു മനുഷ്യനാണ്, ഇത് അന്യ ഒരാളുടെ വീടാണ്, അയാൾക്ക് തൃപ്തി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്നാൽ പോലും മറ്റൊരാളുടെ ഇവന്റെ ഉടമയിലോ ഇവന്റെ അസിലും ഫവറും അല്ലാത്ത ആളുകളുടെ ഉടമയിലുള്ള സ്ഥലത്ത് പോയി മലമൂത്ര വിസർജനം നിർവഹിക്കുക അറിയുന്നത് അവര് തൃപ്തി ഉണ്ടെങ്കിൽ അനുവദനീയമാണെങ്കിൽ പോലും അത് ചില ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പലരെ സംബന്ധിച്ചും മനസ്സിൽ ഒരു സന്തോഷക്കുറവുണ്ടാക്കും. അങ്ങനെ ആവുമ്പോ അവനോട് ലായിക്കല്ലാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ ദൂരത്ത് എത്ര ദൂരാണെങ്കിലും ദൂരെ പോകാം. ഇനി ഇങ്ങനെ വളരെ ദൂരത്തോ അല്ലെങ്കിൽ അടുത്തുള്ളത് ലായിക്കല്ലാത്തത് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ ദൂരെ പോകാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവനോട് ലായിക്കായ സ്ഥലത്തേക്ക് പോകാം, ദൂരാണെങ്കിലും പോകാം. പക്ഷേ ആ പോകുന്ന സമയത്ത് എന്നാല് കുറെ ദൂരെയാണ് എന്നുള്ളവർക്ക് ഓടിപ്പോയി വരേണ്ടതുണ്ടോ? അതൊന്നും വേണ്ട. വലായിക്കല്ലഫുൽ മശ്യു അലാ ഗൈരി സജിയത്തിഹി, അവന്റെ സാധാരണ സ്വാഭാവികമായ രീതിയിലുള്ള നടത്തം അല്ലാതെ അതിവേഗത്തിൽ ധൃതി പിടിച്ച് പോയി പോരാൻ കൽപ്പനയില്ല. ഉദാഹരണം, 1 കിലോമീറ്റർ ദൂരമുള്ള വീടാണ്, അതിന്റെ അടുത്തൊന്നും ഇവനോട് ലായക്കാവുന്ന നിലക്ക് സൗകര്യമില്ല മലമൂത്ര വിസർജനത്തിന്. എന്നാൽ അങ്ങോട്ട് പോയി വരാൻ ഇപ്പോ 1 മണിക്കൂറിലധികം സമയമെടുക്കും. എന്നാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം സ്പീഡാക്കി പോയാൽ 1/2 മണിക്കൂർ കൊണ്ട് പോയി വരാൻ പറ്റും. എന്നാൽ അങ്ങനെ പോയി വരണം എന്ന് കൽപ്പനയില്ല. എന്നാൽ തന്നെയും തുടർച്ച മുറിയില്ല. ഇനി മറ്റൊരു വിഷയം പറയാം. വലഹു, ഈ തുടർച്ചയായിട്ടുള്ള ഇത്തിക്കാഫ് നിർവഹിക്കുന്ന വ്യക്തിക്ക് ജായിസാണ്. ഈ എന്തിന് ഈ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തു പോയാക്ക് സ്വലാത്തുൻ അലാ ജനാസത്തിൻ, മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാം. ഇല്ലം എന്തതിർ, ആ നിസ്കാരം കാത്തുക്കാൻ ഞാൻ എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്തിക്കാഫ് ഇരിക്കുന്ന ആള് മലമൂത്ര വിസർജനത്തിന് പോയാൽ അതിനോട് തുടർന്നു കൊണ്ട് വുദു ചെയ്യാം, അല്ലാതെ വുദു എടുക്കാൻ വേണ്ടി പുറത്തു പോകാൻ പാടില്ല എന്നതുപോലെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഇത്തിക്കാഫ് നിൽക്കുന്ന ആള് പോകാൻ പാടില്ല. താൻ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുകയാണ്, അപ്പോ പള്ളിയിലല്ല ഖബർസ്ഥാനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു മുസല്ലയിൽ വെച്ചിട്ടാണ് മയ്യത്ത് നിസ്കാരം നടക്കുന്നത്. എന്നാൽ ഇവൻ മലമൂത്ര വിസർജനത്തിന് പോയി വരുന്ന വഴിയിലാണ്. വഴിയിലൂടെ വിസർജനം കഴിഞ്ഞ് വുദു എടുത്ത് തിരിച്ചു വരുന്ന വഴിയിൽ മയ്യത്ത് നിസ്കാരം നടക്കാൻ പോകുന്നു. എന്നാൽ അവിടെ കാത്തു നിൽക്കാതെ ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സൗകര്യപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുവേണ്ടി ഇത്തിക്കാഫ് മുറിയില്ല. പക്ഷെ അതിന് എന്ത് വേണം? ഇല്ലം എന്തതിർ, കാത്തുക്കാൻ പാടില്ല, കാത്തു നിൽക്കാൻ പാടില്ല. അതായത് ഇവൻ അങ്ങനെ വരുമ്പോ മയ്യത്ത് എത്താനായിന് അല്ലെങ്കിൽ ഇപ്പൊ എത്തിയാണ്, ആളുകളൊക്കെ ഒതു എടുത്ത് വരാൻ കാത്തിക്കുക. അല്ലെങ്കിൽ തന്നെ ഈ മയ്യത്ത് കരിച്ചാൻ വേണ്ടി വരുന്നോടത്ത് ആളുകൾക്ക് ഒതു കൊടുക്കണോടത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒടുവിന് വരുന്നവന് ഓനൊരു കണ്ണൂരിക്കാരൻ പുതിയാപ്പളന്റെ വില ഉണ്ട്. എല്ലാവരും എത്തിയോ, ഇല്ല 2 ആള് ബാക്കിയുണ്ട്. അപ്പൊ അതൊരു ആ 2ാമത്തെ ആള് ഞാനാണ് എന്നുള്ള എനിക്കൊരു തലക്കനം കൂടുന്നു ചില സാധുക്കൾക്ക് തോന്നും. അങ്ങനെ ഇതൊക്കെ അവിടെ വരുമ്പോഴത്തേനും ഇപ്പം 10 മിനിറ്റ് അവിടെ കാത്തിക്കണം. എന്നാ അവന്റെ ഇത്തിക്കാഫിന്റെ തുടർച്ച മുറിയും. അതങ്ങനെയല്ല. ഇവനതിലെങ്ങനെയാണ് നടന്നു വരിക?
വിസർജനം കഴിഞ്ഞ് വുളു എടുത്ത് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നു. നേരെ കൂട്ടത്തിൽ കയറിന്ന് മയ്യത്ത് നിസ്കരിച്ചു. അതുകൊണ്ട് തുടർച്ച മുറിയില്ല. ഇനി വേറെ വിഷയം പറയുന്നത്, വയഖ്റുജു പുറത്തു പോക ജവാസൻ എന്ന് പറഞ്ഞാൽ പുറത്തു പോകൽ ജായിസാണ്. ഫി ഇഅ്തികാഫിൻ മുതതാബിഇൻ തുടർച്ചയായ സമയങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങൾ എത്തിക്കാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന എത്തിക്കാഫിൽ നേരത്തെ പറഞ്ഞേക്കന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം എത്തിക്കാഫിനെ തുടർച്ചയായി ചെയ്യാൻ നിയോഗിച്ചു ചെയ്തു. അങ്ങനെ എത്തിക്കാഫ് ചെയ്യുന്ന ആള് മൂത്രയിക്കാനോ മലവിസർജനം ചെയ്യാനോ ജനാബത്ത് കുളിക്കാനോ നജസ് കഴുകാനോ ഒക്കെ അതിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്നില്ല. ഈ എത്തിക്കാഫിന്റെ സമയത്ത് പ്രത്യേകം ഇന്ന ആവശ്യത്തിനൊക്കെ ഞാൻ പുറത്തു പോകും എന്ന് കരുതിക്കൊള്ളണം എന്നില്ല. കാരണം പള്ളിയിൽ വെച്ച് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളാണ്. ഈ പറയുന്ന തുടർച്ചയായ ദിവസങ്ങൾക്കിടയിൽ അത്തരം കാര്യങ്ങൾ അത്യാവശ്യമായി വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എത്തിക്കാഫ് ചെയ്യുന്ന സമയത്ത് കരുതേണ്ടതില്ല. എന്ത്, ഒരാഴ്ച സമയം ഞാൻ ഈ പള്ളിയിൽ എത്തിക്കാഫിരിക്കും, പക്ഷേ അതിനിടയിൽ മലമൂത്ര വിസർജനത്തിന് നജസ് കഴുകേണ്ടി വന്നാൽ, അതിന് ജനാബത്ത് കുളിക്കേണ്ടി വന്നാൽ അതിന് ഞാൻ പുറത്തു പോകും എന്ന് പ്രത്യേകം കരുതേണ്ട ആവശ്യമില്ല. അതപ്പൊ നേരത്തെ പറഞ്ഞു. ഇനി പറയുന്നത് അങ്ങനെയല്ല. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഞാൻ അല്ലെങ്കിൽ 10 ദിവസം ഈ പള്ളിയിൽ ഞാൻ തുടർച്ചയായിട്ട് എത്തിക്കാഫിരിക്കാൻ കരുതുന്നു. പക്ഷെ ഈ ഒരാഴ്ചക്കിടയിൽ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തു പോകും എന്ന് ഈ എത്തിക്കാഫ് ചെയ്യാൻ തുടർച്ചയായി എത്തിക്കാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ ഇന്ന കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനൊക്കെ പോകാം. അതുകൊണ്ട് തുടർച്ച മുറിയില്ല. അതാ ലിമസ്തസ്നാഹു താൻ ഒഴിവാക്കി പറഞ്ഞ കാര്യത്തിന് വേണ്ടി പുറത്തു പോകാം. എന്ത് ഒഴിവാക്കുക? മിൻ വർളിൻ ദുന്യവിയിൻ ഹലാലായ ദുന്യവിയായ വല്ല ഉദ്ദേശത്തിനു വേണ്ടി പുറത്തു പോകും എന്ന് കരുതിയാൽ അതിനു വേണ്ടി പുറത്തു പോകാം. ആദ്യം പറഞ്ഞത് കരുതൊന്നും വേണ്ട. ഒരാഴ്ച ഞാൻ പള്ളിയിൽ ഈ തുടർച്ചയായിട്ട് ഈ പള്ളിയിൽ എത്തിക്കാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്തു എന്ന് കരുതി, എന്നാൽ അവന് മലമൂത്ര വിസർജനത്തിനോ നജസ് കഴുകാനോ ജനാബത്ത് കുളിക്കാനോ പോകണമെങ്കിൽ പ്രത്യേകം കരുതിക്കൊള്ളുന്നില്ല. എന്നാൽ തന്നെ എത്തിക്കാഫിന്റെ തുടർച്ച മുറിയില്ല. കാരണം അത് അത്യാവശ്യമായതുകൊണ്ടും പള്ളിയിൽ പറ്റാത്തത് കൊണ്ടുമാണ്. ഇനി അങ്ങനെയല്ല, ഹലാലായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും ഹലാലായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോകും എന്ന് ഇസ്തിസ്ന ചെയ്തുകൊണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ എത്തിക്കാഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏതാണത്? ദുന്യവിയായിരിക്കുന്ന ആവശ്യം. അമീരിൻ ഒരു അമീറിനെ കാണേണ്ട ആവശ്യം. അമീർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉത്തരവാദപ്പെട്ട ഒരു മസൂലുണ്ട്. ഉദാഹരണം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പോയി വരും. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ SI ഒന്ന് അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനു വേണ്ടി ഒന്ന് പുറത്തു പോയി വരും. ഇങ്ങനെയുള്ള അനുവദനീയമായ ദുന്യവിയായ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകും എന്ന് ഇസ്തിസ്ന ചെയ്താൽ അതുകൊണ്ട് ഉഖ്റവിയൻ അല്ലെങ്കിൽ ഉഖ്റവിയായ കാര്യത്തിന് വേണ്ടി തന്നെ പുറത്തു പോകും എന്ന് നേരത്തെ ഇസ്തിസ്ന ചെയ്താൽ അതിനു വേണ്ടി പോകൽ ജായിസാണ്. അതുപോലെ ഉഖ്റവിയായത് വുദൂഇന് വേണ്ടി ഒരാഴ്ച തുടർച്ചയായിട്ട് എത്തിക്കാഫിരിക്കാൻ ഞാൻ കരുതി, പക്ഷെ വുദൂ ചെയ്യാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തു പോകും. വഗുസ്ലിൻ മസ്നൂനിൻ അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട കുളി, ഇപ്പൊ വെള്ളിയാഴ്ച കുളി, പെരുന്നാൾ കുളി പോലെയുള്ള മോക്കറായ സുന്നത്തായ കുളികൾക്ക് വേണ്ടി ഞാൻ പുറത്തു പോകും. വഇയാദത്തി മരീദിൻ അല്ലെങ്കിൽ നാട്ടിൽ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രോഗസന്ദർശനം വലിയ പുണ്യപ്പെട്ട ഒരു സുന്നത്തായ അമലാണല്ലോ, അതിനു വേണ്ടിയിട്ട് ആവശ്യം വന്നാൽ ഞാൻ പുറത്തു പോകും. വതഅസിയത്തി മുസാബിൻ വല്ല മുസീബത്തും പറ്റിയ ആഫത്ത് നേരിട്ട ആളെ സമാശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് പുറത്തു പോകും. അനുശോചനം നല്ലട്ടാ, അങ്ങനെയാണ് സാധാരണ പലരും പറയാം. അനുശോചനം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ പങ്കിടുക എന്ന, ദുഃഖം പങ്കിടാനല്ല ഏൽപ്പിച്ചത്, ദുഃഖത്തിൽ സമാശ്വസിപ്പിക്കാനാണ് കൽപ്പന. തഅസിയത്ത് ആശ്വസിപ്പിക്കുക, അതിന്റെ പ്രതിഫലം പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവനെ സമാശ്വസിപ്പിക്കാം. അങ്ങനെ വല്ല മുസീബത്തിലും കുടുങ്ങിയ ഉദാഹരണം ഒരാൾ മരിച്ചോടുത്ത് ആ മരിച്ച ആളുകളുടെ ബന്ധുക്കളെ തഅസിയത്ത് ചെയ്യാം, അവരെ സമാശ്വസിപ്പിക്കാം, അതിനു വേണ്ടിയിട്ട് പോവാം. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളെ സന്ദർശിക്കാൻ പോവാം. ഇപ്പം ഒരാഴ്ച ഇത്തികാഫിന് കരുതി, ആ ഒരാഴ്ചന്റെ ഇടക്ക് ഇവന്റെ അടുത്തൊരു സുഹൃത്ത് ഗൾഫിൽ നിന്നിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ അടുത്തൊരു അയൽവാസി
ഉംറ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾ അയാളെ ഒന്ന് സന്ദർശിക്കാൻ പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത്തികാഫിന്റെ സമയത്ത് പുറത്തു പോകേണ്ടി വന്നാൽ പോകുമെന്ന് ഇസ്തിസ്ന ചെയ്താൽ അതിനു വേണ്ടിയും പോകാം. പക്ഷേ ഇത്തികാഫ് തുടർച്ചയായ ദിവസങ്ങൾ ഇത്തികാഫ് ചെയ്യാൻ നിയ്യത്ത് ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകും എന്ന് നേരത്തെ കരുതുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തു പോയാൽ ഇത്തികാഫിന്റെ തുടർച്ച മുറിയുന്നതാണ്. കരുതിയിട്ടില്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയാൽ തുടർച്ച മുറിയുകയും ഇല്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ അത്യാവശ്യമായതും പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ പറ്റാത്തതുമായ കാര്യം ആയതുകൊണ്ടും ഈ തുടർച്ചയായ ദിവസങ്ങൾക്കിടയിൽ ആ കാര്യം അനിവാര്യമായി വരുന്നത് കൊണ്ടും അത് പ്രത്യേകം ഒഴിവാക്കാഞ്ഞാൽ തന്നെ ഒഴിവാക്കി പറഞ്ഞ സ്ഥാനത്താണ് അതുള്ളത്. അതേ സമയത്ത് ഈ പറഞ്ഞതൊക്കെ ചിലത് സാധാ ഹലാലായ കാര്യമാണ്, മറ്റു ചിലത് ചില സുന്നത്തായ അമലുകളാണ്. എങ്കിൽ പോലും ആ സുന്നത്തായ അമലുകളൊക്കെ ഈ ഇത്തികാഫ് എന്ന് പറയുന്ന മഹത്തായ അമലിനേക്കാൾ കൂടുതൽ മുന്തിയതാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോ ഇത് ഇത്തികാഫിന്റെ അമൽ ഒഴിവാക്കി അതിന് പോകുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ മാത്രമില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം കരുതിയെങ്കിൽ മാത്രമേ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാനാവൂ. പ്രത്യേകം കരുതിയാൽ ആ ആവശ്യങ്ങൾക്ക് കൊണ്ട് പുറത്തു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, തുടർച്ച മുറിയുകയുമില്ല. ഇനി അതവിടെ കഴിഞ്ഞു. ഇനി ഇത്തികാഫ് ബാത്തിലാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ചിലതാണ് പറയുന്നത്. ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ ഇത്തികാഫ് ചെയ്യാൻ ഒരാൾ കരുതി, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇത്തികാഫ് ചെയ്യാൻ കരുതി, അല്ലെങ്കിൽ ഒരു പകല് മാത്രം ഇത്തികാഫ് ചെയ്യാൻ കരുതി. ഇങ്ങനെ ഇത്തികാഫിൽ പ്രവേശിച്ച മനുഷ്യന്റെ ഇത്തികാഫ് ബാത്തിലാവും. ബിജിമാഇൻ, ജിമാ സംയോഗം കൊണ്ടിട്ട് ഇത്തികാഫ് ബാത്തിലാവും. ഇപ്പോ കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, അപ്പൊ 10 ദിവസം എന്താക്കി? ഇത്തികാഫിന് നിയ്യത്ത് ചെയ്തു. 10 ദിവസം ഇത്തികാഫിന് നിയ്യത്ത് ചെയ്തു. അടുത്ത് തന്നെയാണ് വീട്. ആ വീട്ടില് ആഴ്ചയിൽ 2 ദിവസം ഞാന് വീട്ടിൽ പോയി ഭാര്യയുമായി സംയോഗത്തിൽ ഏർപ്പെടും എന്ന് ഇത്തികാഫ് ചെയ്യുന്ന സമയത്ത് തന്നെ കരുതിയാലും വേണ്ടിയില്ല, കരുതിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഏതായാലും ഇത്തികാഫ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംയോഗത്തിൽ ഏർപ്പെട്ടാൽ നിസ്കാരം ഈ ഇത്തികാഫ് ബാത്തിലാവും. വൈനിസ്തസ്നാഹു എന്ന് പറഞ്ഞാൽ ഇത്തികാഫ് ഒരാഴ്ചയോ മറ്റോ തുടർച്ചയായി ഇത്തികാഫിനെ കരുതിയോടത്ത് ഈ ജിമാഇനെ സംയോഗത്തെ അവൻ ഇസ്തസ്ന ചെയ്തിട്ടുണ്ട്, അതൊഴിച്ച് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് മെനക്കെടുന്നല്ല. ഞാന് ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും എന്ന് ഇത്തികാഫിന്റെ സമയത്ത് ഇസ്തസ്ന ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സംയോഗം കൊണ്ട് ഇത്തികാഫ് ബാത്തിലാവും. ഇനി അതല്ല, അതിനായിട്ട് പോയതല്ല, ഔകാന ഈ ജമാഅൽ സംഭവിച്ചതാണ് ഫീ ത്വരീഖി ഖളാഇൽ ഹജത്തി, മലമൂത്ര വിസർജനത്തിന് പോയ ബൈക്കെന്ന് പറഞ്ഞാല് ഇവന്റെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവൻ അടുത്ത് തന്നെ, പള്ളിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയതാ. പോയപ്പോ ബെഡ്റൂം കയറിയിട്ടാണ് ബാത്റൂം കയറുന്നത്, കാരണം അറ്റാച്ച്ഡ് ആകുമ്പോ അങ്ങനെയാണല്ലോ. അപ്പോ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പം റൂമിൽ തന്നെ ആരുണ്ട്? വീടരുണ്ട്. എന്നാ പിന്നെ അതുകൂടിയാണ് കഴിഞ്ഞോട്ടെ, ഏതായാലും ഇപ്പൊ ഒതു കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ. മലമൂത്ര വിസർജനത്തിന് പോകുന്ന വൈക്കുന്ന് അത് കഴിഞ്ഞ് അതിനോട് അനുബന്ധമായിട്ട് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? ഒതു ചെയ്യാൻ പറഞ്ഞു. എന്നേലും ഒരു സംയോഗത്തിനായിട്ട് വരെ പോരണ്ട, വന്ന ബെഡ്റൂമിലുള്ള ബാത്റൂമിൽ നിന്നാണ് മലമൂത്ര വിസർജനം ചെയ്ത് ആ ബെഡ്റൂമിൽ തന്നെ ഭാര്യയുണ്ട്, പോലിന്റെ ബൈക്കെന്നാണ് സംയോഗം, എന്നാലും ബാത്തിലാകും. അപ്പൊ സംയോഗം എന്നത് ഇത്തികാഫിനെ ബാത്തിലാക്കുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇൻസാലി മനിയിൻ, മനിയ പുറപ്പെടൽ കൊണ്ട്. എങ്ങനെ പുറപ്പെടുക? ബി മുബാശറത്തിൻ ബിശഹവത്തിൻ, ശൈലിക വികാരത്തോട് കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയെ കണ്ടു, അപ്പൊ സംയോഗം ചെയ്യാൻ പാടില്ല എന്ന് അവനെ അറിയാം, ബാത്തിലാവും. അപ്പൊ ഒന്ന് രണ്ടാളും കൂടി ആലിംഗനം ചെയ്ത് ചുംബനം നടത്തി. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു പോയി? സ്ഖലനം സംഭവിച്ചു പോയി. എന്നാലും
ബാത്തിലോ. എന്നാ പിന്നെ സ്വയംഭോഗം കൊണ്ടോ സ്വവർഗഭോഗം കൊണ്ടോ ഒക്കെ ബാത്തിലാവെന്ന് പറയേണ്ട ആവശ്യമില്ല. സംയോഗം അല്ലാതെ ഹലാലായ നിലക്ക് ഭാര്യയുമായി കൊണ്ട് ആലിംഗനവും ചുംബനവും നടത്തിയപ്പം തന്നെ സ്ഖലനം സംഭവിച്ചാൽ ഈ ഇത്തികാഫ് ബാത്തിലാവുമെങ്കിൽ സ്വയംഭോഗം കൊണ്ടും അതുപോലെ തന്നെ സ്വവർഗഭോഗം കൊണ്ടും ഒക്കെ ബാത്തിലാവും എന്ന കാര്യം വളരെ വ്യക്തം. ഇനി വലിൽ മുഅ്തകിഫി, ഇനി വേറെ വിഷയം പറയാം. കുറെ കാര്യങ്ങൾ എന്തായാലും ഒന്നേ ഇപ്പൊ ഇവിടെ പറഞ്ഞോളൂ, അല്ല രണ്ട് കാര്യം. ഒന്ന് സംയോഗം, മറ്റൊന്ന് ഈവൻ ലൈംഗികമായ വികാരത്തോടു കൂടിയുള്ള കൂടിച്ചേരലിലൂടെ ഉണ്ടാവുന്ന സ്ഖലനം. ഇനി വലിൽ മുഅ്തകിഫി, ഇത്തികാഫ് ചെയ്യുന്ന വ്യക്തിക്ക് ജായിസാണ് അൽ ഖുറൂജു, പുറത്തു പോരൽ, ഇത്തികാഫിന്റെ ഇടയിൽ പുറത്തു പോരാ, മിനത്ത് തതവ്വുഇ, സുന്നത്താക്കപ്പെട്ട ഇത്തികാഫിൽ നിന്നിട്ട്. അങ്ങനെ അസ്ലി ഇത്തികാഫ് ഒക്കെ സുന്നത്ത് തന്നെയാണ്, നേർച്ചയാക്കിയ ഫർദാവും അവിടെ. അപ്പൊ ഉദാഹരണം, ഒരാള് ഈ കൊല്ലത്തെ റമളാനിൽ ഒരാഴ്ചക്കാലം ഇത്തികാഫിരിക്കാൻ നേർച്ചയാക്കി കൂട്ടിക്കോളി. അങ്ങനെ നേർച്ചയാക്കിയതിന് ശേഷം പിന്നെ ഇത്തികാഫിന് തുടങ്ങും എന്ത്, ഞാൻ നേർച്ചയാക്കിയ ആ ഇത്തികാഫ് നിർവഹിക്കുന്നു എന്ന്. ഇപ്പൊ ഫർളായ ഇത്തികാഫിലാണ്. അവനെ സംബന്ധിച്ച് പുറത്തു പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത്യാവശ്യപ്പെട്ട മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. എന്നാൽ അങ്ങനെയൊന്നുമില്ല, ഒരു സുന്നത്തായ ഇത്തികാഫ് ഒരാഴ്ച ഇരിക്കാന്ന് കരുതി, അങ്ങനെ ആ സുന്നത്തായ ഇത്തികാഫിനെ അവൻ തുടങ്ങി. എന്നാൽ ഈ ഇത്തികാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന് പുറത്തു പോകാൻ, ഇത്തികാഫിൽ നിന്ന് പുറത്തു പോകൽ ജായിസാണ്. ലിനഹ്വി ഇയാദത്തി മരീദിൻ, രോഗി സന്ദർശിക്കൽ പോലെയുള്ള സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടി. തുടർച്ച മുറിയും, അത് വേറെ വിഷയം. പുറത്തുപോയി, ഇപ്പൊ ഉദാഹരണം, സുന്നത്തായ നിനക്ക് ഒരാഴ്ച ഇത്തികാഫ് ഇരിക്കാൻ കരുതിയിരുന്നു. സുന്നത്തായ ഒരു അമലിൽ പ്രവേശിച്ചാൽ അത് പൂർത്തിയാക്കൽ വുജൂബില്ല എന്നാണ് ഷാഫി മദ്ഹബിന്റെ കാഴ്ചപ്പാട്. ആ അടിസ്ഥാനത്തിലാ പറയുന്നത്. ഇപ്പൊ ഉദാഹരണം, ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി, 1 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോ ഇവൻ അത്യാവശ്യമായിട്ട് എന്തോ കാര്യം തോന്നി, എന്നാ വേണമെങ്കിൽ 1 റക്അത്താക്കി ചുരുക്കി 1 റക്അത്ത് കൊണ്ട് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുകയോ, ഇനി കൂടാതെ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അത് മുറിക്കുകയോ ചെയ്യാം. എന്നതുപോലെ സുന്നത്ത് നോമ്പ് ഒരാൾ നിയ്യത്ത് ചെയ്ത് നോമ്പിൽ പ്രവേശിച്ചു, അങ്ങനെ നോമ്പ് ബോധ്യമായപ്പം ഇവനിന്ന് പൂർത്തിയാക്കാൻ കഴിയില്ലാന്ന് തോന്നി, അങ്ങനെ നോമ്പ് മുറിച്ചു. എന്നാൽ അതൊക്കെ ജായിസാണ്, ഉത്തമമല്ലെങ്കിൽ പോലും ജായിസാണ്, ഹറാമില്ല. എന്നതുപോലെ ഒരാഴ്ച ഇത്തികാഫ് ഇരിക്കാൻ നിയ്യത്ത് ചെയ്തു, സുന്നത്തായ ഇത്തികാഫാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് ആ നിയ്യത്തിന്റെ ഇടയിൽ ഇവന് അയൽവാസിയായ അല്ലെങ്കിൽ ഇവന്റെ സ്നേഹിതനായ ഒരാൾക്ക് സുഖമില്ലാന്ന് തോന്നിട്ട്, ഇന്ന് അവൻ എന്താ ചെയ്യാം? സുക്കേട് കാണാൻ പോയാൽ ഇത്തികാഫ് മുറിയും. പോകാതിരുന്നാൽ ഇത്തികാഫ് പൂർത്തിയായി കിട്ടും. പക്ഷേ തന്റെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു അയൽവാസി, അതല്ലെങ്കിൽ തന്റെ ഒരു കുടുംബക്കാരൻ, അല്ലെങ്കിൽ മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ, അവന് കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്തായ അമല് നഷ്ടപ്പെടും. ഇവിടെ രണ്ടും പറ്റും. അതായത് ഈ രോഗം സന്ദർശിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ സുന്നത്തായ അമലല്ലേ, അതാണ്ട് ഒഴിവാക്കിയിട്ട് ഈ ഇത്തികാഫ് പൂർത്തിയാക്കാം. അതല്ലെങ്കിൽ ഇത്തികാഫ് എന്ന് പറഞ്ഞ ഒരു സുന്നത്തായ അമൽ തന്നെ ഉള്ളൂ, ഈ രോഗം സന്ദർശിക്കാൻ പോകുക എന്ന് പറയുന്ന മറ്റൊരു സുന്നത്തിന്, ആ സുന്നത്തിന് വേണ്ടിയിട്ട് ഈ സുന്നത്തിനെ മുറിക്കുകയും ചെയ്യാം. ഈ രണ്ടിനും കുഴപ്പമില്ല. പക്ഷേ വഹൽ ഹുവ അഫ്ളലു, ഇങ്ങനെ രോഗിയെ സന്ദർശിക്കാൻ പോകലാണോ ഇത്തികാഫ് പൂർത്തിയാക്കുന്നതിനേക്കാൾ അഫ്ളല്? ഔ തർക്കുഹു, അതല്ല ഈ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തികാഫിനെ പൂർത്തിയാക്കലാണോ കൂടുതൽ അഫ്ളല്? ഔ സവാഉൻ, അതല്ല മൂന്നും തുല്യാണോ എന്ന് നമ്മളെ മദ്ഹബിലെ ഇമാമിങ്ങൾക്ക് വ്യത്യസ്തമായ 3 അഭിപ്രായം. എന്ന് പറഞ്ഞാൽ രണ്ടും ജായിസാവുന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എന്ന് പറഞ്ഞാൽ രോഗം സന്ദർശിക്കാൻ പോകാതെ ഇത്തികാഫ് പൂർത്തിയാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇടയ്ക്ക് ഇത്തികാഫ് മുറിച്ചിട്ട് രോഗം സന്ദർശിക്കാൻ പോകാം, അതിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത്തികാഫ് പൂർത്തിയാക്കി സന്ദർശിക്കാൻ പോകാതിരിക്കലാണോ കൂടുതൽ നല്ലത്? അല്ല, രോഗം സന്ദർശിക്കാൻ പോയി ഇത്തികാഫ് മുറിക്കലാണോ കൂടുതൽ നല്ലത്? അതല്ല, ഇത്തികാഫിനെ പൂർത്തിയാക്കലും രോഗം സന്ദർശിക്കാൻ പോലും രണ്ടും കണക്കാണോ എന്ന് 3 അഭിപ്രായം. ഉജൂഹുൻ, കേട്ടോ, ഇങ്ങനെ 3 വജിഹുകളാണ് നമ്മളെ ഇമാമിങ്ങൾക്ക്. അതിൽ വൽ ഔജുഹു, കൂടുതൽ പ്രബലമായത് നമ്മൾ പറയല്ല, കമാ ബഹസൽ ബുൽഖീനിയു,
ഇമാം ബൽഖീനി റഹ്മഹുല്ലാ തങ്ങളൊക്കെ ബഹസായി പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ഏറ്റവും പ്രബലമായത് അന്നൽ ഖുറൂജ ലിഇയാദത്തി നഹ്വി റഹിമിൻ വജാരിൻ വസദീഖിൻ, ഇവന്റെ കുടുംബങ്ങള്, അയൽവാസികള്, സ്നേഹിതന്മാർ പോലെയുള്ള ഇവനുമായി പ്രത്യേക ബന്ധമുള്ള ആളുകൾ, അവരെ രോഗസന്ദർശനം നടത്തൽ മുഅക്കദായ സുന്നത്താണ്. അങ്ങനെയുള്ള ആളുകളെ രോഗസന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകലാണ് അഫ്ളലു, ഈ എത്തിക്കാഫ് പൂർത്തിയാക്കുന്നതിനെക്കാട്ടിലും അഫ്ളല്. കാരണം എന്താ, രണ്ടും സുന്നത്ത് തന്നെ. എത്തിക്കാഫിനേക്കാളും മുഅക്കദായ സുന്നത്താണ് കുടുംബക്കാരോ അയൽവാസികളോ സ്നേഹിതന്മാരോ രോഗം വന്നാൽ സന്ദർശിക്കാൻ പോല്. അപ്പൊ മൊത്തം രോഗസന്ദർശനമല്ല, രോഗസന്ദർശനത്തിൽ കുടുംബം, അയൽവാസി, സ്നേഹിതൻ പോലെയുള്ള പ്രത്യേകക്കാരായ ആളുകളെ സന്ദർശിക്കാൻ പോകൽ പ്രത്യേക മുഅക്കദായ സുന്നത്താണ്. അപ്പൊ ആ മുഅക്കദായ സുന്നത്തിന് മുൻഗണന കൊടുത്ത് ഇഅ്തികാഫിനെ ഒഴിവാക്കലാണ് അഫ്ളല്. നേരെ മറിച്ച് സാധാരണ സന്ദർശനം, ഇങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മുസ്ലിമായ മനുഷ്യന് രോഗം കാണാൻ പോകാറ് അതും സുന്നത്ത് തന്നെ. പക്ഷെ ആ സുന്നത്തിന് പോകുന്നതിനെക്കാട്ടിലും അഫ്ളല് ഇവിടെ ഇഅ്തികാഫ് പൂർത്തിയാക്കലുമാണ്. എന്നാൽ വഖ്താറ ഇബ്നു സ്വലാഹി, മഹാനായ ഇമാം ഇബ്നു സ്വലാഹി റഹ്മഹുല്ലാ തങ്ങൾ മുഖ്താറാക്കിയത് അക്തർക്ക, എന്തായാലും തുടർച്ചയായ ദിവസങ്ങൾ ഇഅ്തികാഫ് ചെയ്യാൻ നിയത്ത് ചെയ്താൽ രോഗസന്ദർശനം പോലെയുള്ളതിന് പോകുന്നത് ഉപേക്ഷിക്കലാണ് സുന്നത്ത്. അതാണ് അഫ്ളല്. കണ്ടോ, തെർക്കാണ് അഫ്ളല് എന്നാണ് മഹാനായ ഇബ്നു സ്വലാഹി റഹ്മഹുല്ലാ തങ്ങൾ മുഖ്താറാക്കിയത്. അതിനെന്താണ് മഹാനവർകൾ പറഞ്ഞ ന്യായം? ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തകിഫു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് പലപ്പോഴും തുടർച്ചയായി ഇഅ്തികാഫ് ചെയ്യാറുണ്ട്. 10 ദിവസം തുടർച്ചയായിട്ടാണ് സാധാരണ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫ് ചെയ്യാറ്. എന്നിട്ട് വലം യഖ്റുജു ലിദാലിക, ഇങ്ങനെ പലർക്കും ഈ ദിവസത്തിനിടയിൽ രോഗം വന്നപ്പോൾ അവിടെ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു പോയതായി ചരിത്രത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് പോലെ ഹറാമാന്നല്ല, സുന്നത്തില്ല, അവിടെ ഇഅ്തികാഫിനെ പൂർത്തിയാക്കലാണ് നല്ലത്. അതിപ്പോ ഈ രോഗം വന്നത് അയൽവാസിയാവട്ടെ, കുടുംബക്കാരനാവട്ടെ, സ്നേഹിതനാവട്ടെ, ഒക്കെ കണക്കന്നെ. ഇഅ്തികാഫ് തുടർച്ചയായ ദിവസങ്ങൾ നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് ചെയ്ത ദിവസങ്ങൾ ഇഅ്തികാഫ് പൂർത്തിയാക്കലാണ് അഫ്ളല്, രോഗം കാണാൻ പോകലല്ല എന്ന അഭിപ്രായം. ആദ്യം പറഞ്ഞ മറക്കണ്ട, ഇവർ പറഞ്ഞ സ്ഥലത്ത് മൂന്നോടത്തിന് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കൂടുതൽ അഫ്ളൽ ഏതാണ് എന്ന വിഷയത്തിൽ ഇമാം ഇബ്നു സ്വലാഹി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത് ഇഅ്തികാഫ് പൂർത്തിയാക്കലാണ് എന്തായാലും നല്ലത്, കാണാൻ പോകലല്ല. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ ഇമാം ബൽഖീനി റഹ്മഹുല്ലാ തങ്ങളൊക്കെ ബഹസായി പറഞ്ഞതുപോലെയുള്ള അഭിപ്രായം വെച്ചാൽ ബന്ധുക്കള്, സ്നേഹിതന്മാര്, അയൽവാസികൾ പോലെയുള്ള ആളുകൾക്ക് രോഗം വന്നാൽ ഇഅ്തികാഫ് പൂർത്തിയാക്കുന്നതിനേക്കാൾ അഫ്ളല് സന്ദർശിക്കാൻ പോലാണ്. മറ്റുള്ള രോഗികളാണെങ്കിൽ രോഗസന്ദർശനത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് ഇഅ്തികാഫിനെ പൂർത്തിയാക്കലുമാണ്. ആട്ടെ, കഴിഞ്ഞു. മുഹിമ്മത്ത്, പ്രധാനപ്പെട്ട വിഷയം. ഇത് ഇഅ്തികാഫിക്ക് മാത്രം ബാധകമല്ല, എല്ലാത്തിനും വരും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഖാലഫിൽ അൻവാരി, ഇമാം മർദിബിലി റഹ്മഹുല്ലാ തങ്ങള് തന്റെ അൽ അൻവാറി എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? യബ്തുലു സവാബുൽ ഇഅ്തികാഫി, ഇഅ്തികാഫിന്റെ കൂലി ബാത്തിലായി പോകും. ഇഅ്തികാഫ് ബാത്തിലാവുന്നല്ല, ഇഅ്തികാഫിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ബിഷത്മിൻ, വഴക്കടിക്കുക. ഈ ഇഅ്തികാഫ് ഇരിക്കണതിന്റെ ഇടയിൽ വക്കാണം കൂടുക, വഴക്ക് പറയാ. അതുകൊണ്ട് എന്തു പോയി പോവും? ഇഅ്തികാഫിന്റെ കൂലി നഷ്ടപ്പെട്ടു. ഇഅ്തികാഫ് ബാത്തിലാവൂല, ഒരാള് മറ്റൊരാളുമായിട്ട് വഴക്കടിച്ചു എന്നതുകൊണ്ട് ഇഅ്തികാഫ് ബാത്തിലാവൂല, സംയോഗം ചെയ്തതുപോലെയുള്ള വിഷയമൊന്നും അല്ല. എങ്കിൽ പോലും ഇഅ്തികാഫിൻ എന്ന് പറയുന്ന സർവസമർപ്പണമാണല്ലോ ഇഅ്തികാഫ്. എല്ലാം വിട്ടേച്ച് തന്നെത്താൻ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇഅ്തികാഫ്. ഈ സാഹചര്യത്തിൽ മറ്റൊരാളുമായി വഴക്കടിക്കാൻ പോവുക എന്ന് പറയുന്നത് ആത്മീയമായി ഇഅ്തികാഫിനോട് ചേർന്നതല്ല. അതുകൊണ്ട് ഇഅ്തികാഫിന്റെ കൂലി നഷ്ടപ്പെടും. എന്ന് മാത്രല്ല, ഗീബത്ത് പറഞ്ഞു, വർത്താനം പറയാൻ ഇരിക്കാതിരിക്കാവല്ലേ. ഇന്ന് ആര് എവിടുന്ന് വർത്താനം പറയുകയാണെങ്കിലും ഈ സംസാരത്തിന്റെ ഇടയിൽ വലിയൊരു ഭാഗം ഗീബത്താണ്. എന്തൊരു നാശമാണ് പടച്ചോനെ. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. സാധാരണ പീഡികക്കോലായിൽ മാത്രല്ല,
സംഘടനാ പ്രവർത്തകർ, ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകർ വരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ സ്വന്തം സഹപ്രവർത്തകരെ പറ്റി വരെ കുറ്റവും കുറവും പറയുന്ന ഒരു കാലഘട്ടം. അല്ലാഹു തആല നമ്മളെ സലാമത്താക്കി തരട്ടെ. ഏതായാലും ഗീബത്ത് പറഞ്ഞു, മറ്റൊരാൾക്ക് അയാളിൽ ഉള്ളതാണെങ്കിൽ പോലും എടുത്തു പറയൽ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം എടുത്തു പറയുകയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഈ ഗീബത്ത് പറഞ്ഞാലും ഇത്തികാഫിന്റെ കൂലി നഷ്ടപ്പെടും. ഔ അകിലി ഹറാമിൻ, ഹറാമായ ഭക്ഷണം കഴിച്ചു, അതുകൊണ്ടും ഇത്തികാഫിന്റെ കൂലി നഷ്ടപ്പെടും. ഇതുകൊണ്ടൊന്നും ഇത്തികാഫ് സാങ്കേതികമായി ബാത്തിലാവൂല, പക്ഷേ ഇത്തികാഫ് ചെയ്ത പുണ്യം കിട്ടി, പ്രതിഫലം കിട്ടൂല, കൂലി നഷ്ടപ്പെടും. പിന്നെ പ്രത്യേകം പറയേണ്ട ഇവിടെ ഇയാളൊരു പറഞ്ഞിട്ടുണ്ട്, നോമ്പിനെ സംബന്ധിച്ച് അല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പള്ളിയിൽ കയറി ഇരുന്ന് ദുന്യവിയായിരിക്കുന്ന കാര്യങ്ങൾ സംസാരം തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഒരു മലക്ക് വിളിച്ചു പറയും, ഉസ്കുത്തിയാ വലിയല്ല, സത്യവിശ്വാസിയായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മുഅ്മിനായ മനുഷ്യനല്ലേ നീ ഒന്ന് സംസാരം നിർത്ത്, ദുന്യവിയായ കാര്യം സംസാരിക്കാനല്ലല്ലോ പള്ളി. അത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ, നമ്മൾ പിന്നെയും വർത്താനത്തിൽ മുഴുകി ഹറമിൽ വരെ, മസ്ജിദുൽ ഹറാമിൽ വരെ ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത ഫുദൂല് രാഷ്ട്രീയവും തർക്കവിതർക്കങ്ങളും പറയുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു തആല സലാം രക്ഷപ്പെടുത്തട്ടെ, കാക്കട്ടെ. എന്നാൽ ഇങ്ങനെ സംസാരിച്ച് രണ്ടാമതും തുടർന്ന് സംസാരിക്കുകയാണെങ്കിൽ രണ്ടാമത് ആ മലക്ക് വിളിച്ചു പറയുന്നത് ഉസ്കുത്ത് യാ ബഗീദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെടാൻ കാരണമാകുന്ന മനുഷ്യ, മതിയാക്കിക്കള, ഇനി പറയല്ലേ എന്ന് രണ്ടാമത് പറയും. അപ്പോഴും അത് ചെവിക്കൊള്ളുന്നല്ലോ. വീണ്ടും സംസാരത്തിൽ തുടരുകയാണെങ്കിൽ ഉസ്കുത്ത് യാ മൽഊൻ അലൈക ലഅനത്തുല്ലാഹ്, ശപിക്കപ്പെട്ടവനെ മിണ്ടാതിരി, അള്ളാഹുവിന്റെ ശാപം അഥവാ അവന്റെ റഹ്മത്തിൽ നിന്ന് നിന്നെ ദൂരീകരിക്കുമാറാകട്ടെ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കും എന്ന്. അപ്പോ പള്ളി കയറി ഇത്തികാഫിരിക്കുന്നവർ പ്രത്യേകിച്ചും അല്ലാത്തവരും സംസാരത്തെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഹൈറായ ആഖിറത്തിൽ കൂലി കിട്ടുന്നതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്ന അമലിന്റെ കൂലി നഷ്ടപ്പെടാനും ആ പള്ളിയും പള്ളിയിലുള്ള മലായികത്തും നമ്മളെ ശപിക്കാനും ഇടവരും. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. കൂട്ടത്തിൽ അങ്ങനെ ഇത്തികാഫിന്റെ ബാബൊന്നും അല്ല, ശരിക്കും സൗമിന്റെ ബാബ നമ്മൾ ഓതിപ്പോന്നത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൗമ് നോമ്പുമായി ഇത്തികാഫിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഹനഫി മദ്ഹബിലൊക്കെ പറയുന്നത് നോമ്പ് കൂടിയുള്ള ഇത്തികാഫെ സഹീഹനാവുള്ളൂ എന്നാ. അതിനോട് തുടർന്ന് രാത്രിയും പറ്റും. തീരെ നോമ്പില്ലാതെ വെറും ഇത്തികാഫ് പറ്റൂല എന്നൊക്കെ അഭിപ്രായമുണ്ട്. നമ്മുടെ മതബിൽ അങ്ങനെയൊന്നും അഭിപ്രായമില്ല. എന്നാൽ നോമ്പോട് കൂടി ആയിരിക്കലാണ് സുന്നത്ത്. അപ്പൊ നോമ്പിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതും അനുബന്ധവുമാണ് ഇത്തികാഫ് എന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ ഇടക്ക് സുന്നത്തായ നോമ്പുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില നോമ്പുകളെ സംബന്ധിച്ച് അല്പം ഒരു ഫസ്ല് കൂടി പറഞ്ഞിട്ടാണ് ഇനി ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഫത്വൽ മീന്റെ ദർസ് ഉണ്ടായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തുടർന്ന് ഓതാനുള്ളത് സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ് എന്ന് ഉണർത്തി. അധിക സമയം നീണ്ടു പോകാൻ കറണ്ട് ഇവിടെ എത്തിയെന്ന് തന്നെ അറിയാൻ കഴിയൂല. കറണ്ട് നേരത്തെ പോയിട്ട് കുറെ നേരമായിന് പോയിട്ട്. വന്നില്ലേ ഫാനിന്റെ ഒച്ച കേൾക്കുമ്പോഴാണ് കറണ്ട് ഉണ്ടോ ഇല്ലേ അറിയല്. ഫാനിന് ഇങ്ങനെ ഒരു ഒച്ചപ്പാട് ഉണ്ടാവുമ്പം ഇപ്പൊ കറണ്ട് ഇല്ല, ഇപ്പൊ ഉള്ളത് ഇൻവെർട്ടർ ആണെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒച്ച കേൾക്കണില്ല, അപ്പൊ കറണ്ടിട്ട് വന്നണോ അല്ലാഹു റസൂലും ആലം. ഏതായാലും എന്തെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത്യാവശ്യപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സമയം ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അധിക സമയം നീണ്ടുക്കൂല. 5:30 സമയം. ഇപ്പൊ 6:30 ഈ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത്. 6:30 കഴിയും. എന്നാലും കുറച്ച് സമയം മാത്രമേ മൈക്കിലുണ്ടാവുള്ളൂ. പരമാവധി 6 മണി വരെ. അപ്പൊ അരമണിക്കൂറേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിൽ വന്ന് ചോദ്യം ചോദിക്കാവുന്നതാണ്. 6 മണിക്ക് തന്നെ നിർത്തും. കറണ്ട് ഉണ്ട് എന്നാ തോന്നുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തേണ്ടി വരുമെന്ന് കരുതിയതാ. അപ്പൊ ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മൈക്കിലേക്ക് വരാം. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു.
അസ്സലാമു അലൈക്കും. എനിക്ക് ചെറിയൊരു സംശയം. നമ്മുടെ നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്ന് മുകളിലേക്ക് പോയതിനു ശേഷം അത്തഹിയ്യാത്തിന് വേണ്ടി വീണ്ടും ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരുന്നാൽ നിസ്കാരം ബാത്തിലാവോ ഇല്ലേ എന്നാണ് എൻ്റെ സംശയം. ആദ്യത്തെ അത്തഹിയാത്ത് മറന്ന് നൃത്തത്തിലേക്ക് പോയി. അങ്ങനെ നൃത്തത്തിലെത്തിയതിന്റെ ശേഷം അത്തഹിയാത്ത് ഓതാൻ വേണ്ടി മനഃപൂർവ്വം ഇരുത്തത്തിലേക്ക് വന്നാൽ നിസ്കാരം ബാത്തിലാവും. അല്ല, മനസ്സിലാക്കുക. അത്തഹിയാത്ത് മറന്ന് നൃത്തത്തിലെത്തി. അങ്ങനെ നൃത്തത്തിലെത്തിയതിന് ശേഷം മനഃപൂർവ്വം അത്തഹിയാത്തിന് വേണ്ടിയിട്ട് ഇരുന്നാൽ നിസ്കാരം ബാത്തിലാവും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത്തഹിയാത്ത് എന്നത് സുന്നത്താണ്. അടുത്ത റക്അത്തിലെ നൃത്തത്തിലെത്തിക്കഴിഞ്ഞാൽ ഫർളിൽ പ്രവേശിച്ചു. അപ്പൊ ഒരു സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫർളിനെ മുറിക്കൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതേ സമയത്ത് നൃത്തത്തിലെത്തിയിട്ടില്ല, മനസ്സിലായില്ലേ? റുക്കൂവിന്റെ കതിർ വരെ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ റുക്കൂവിന്റെ കതിറിനെക്കാട്ടിൽ അല്പം കൂടുതലായിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥ നൃത്തത്തിലെത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് ഓർമ്മ വന്നു, എന്നാൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാൽ തന്നെയും റുക്കൂവിന്റെ കതിറിലേക്ക് എത്തുകയോ നൃത്തത്തിലേക്ക് അടുക്കുകയോ ചെയ്തതിന് ശേഷമാണ് അത്തഹിയാത്തിന് ഇരുന്നത് എങ്കിൽ അവിടെ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അത് കാരണം എന്താ? മനഃപൂർവം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്ന് സംഭവിച്ചാൽ സഹ്വിന്റെ സുജൂദ് വേണം എന്ന് പറഞ്ഞ കാര്യം. കാരണം എന്താണെന്നറിയോ? റുക്കൂവിന്റെ കതിറിലെത്തിയാൽ ഒരു ഫർദിന്റെ രൂപായി. അപ്പൊ മനഃപൂർവ്വം ഒരു ഫർദിനെ അധികരിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനെയുള്ള ഒരു കാര്യം മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചു എന്നതുകൊണ്ട് അപ്പോ റുക്കൂയിലേക്ക് അടുത്തെത്തുകയോ നൃത്തത്തിലേക്ക് അടുത്തെത്തുകയോ ചെയ്തതിന് ശേഷമാണെങ്കിൽ അത്തഹിയാത്തിലേക്ക് മടങ്ങി അത്തഹിയാത്ത് ഓതിയ നിസ്കാരം ബാത്തിലാവൂല, എങ്കിലും സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. എന്നാൽ നൃത്തത്തിൽ എത്തിയതിന് ശേഷം മനഃപൂർവം ഒരാള് അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഇരുത്തത്തിലേക്ക് വന്നാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ മനഃപൂർവ്വം എന്ന് പറയാൻ കാരണം മറന്നു കണ്ട ഓർമ്മയില്ലാതെ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചതാണെങ്കിലോ ഓർമ്മ വന്ന ഉടനെ ആ അത്തഹിയാത്ത് ഒഴിവാക്കി നേരെ നൃത്തത്തിൽ പോയാൽ മതി, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. മനസ്സിലായില്ലേ? ഒരു ഫർദിൽ പ്രവേശിച്ചതിന് ശേഷം മനഃപൂർവ്വം സുന്നത്തിന് വേണ്ടിയിട്ട് ആ ഫർദിനെ മുറിച്ചു വന്നാൽ നിസ്കാരം ബാത്തിലാവും. മനഃപൂർവ്വം അല്ലാതെ ഫർദിൽ പ്രവേശിച്ചതിന് ശേഷം അറിവില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ ആ ഫർദിനെ മുറിച്ച് സുന്നത്തിലേക്ക് വന്നാൽ, ഓർമ്മ വന്നാൽ ഉടനെ ഈ സുന്നത്തിനെ ഉപേക്ഷിച്ച് ആ ഫർദിലേക്ക് തന്നെ പോകേണ്ടതാണ്. അത് പോകാതിരുന്നാൽ ഫർദിനെ മുറിച്ച് സുന്നത്തിലേക്ക് പോയി എന്ന കാരണം കൊണ്ട് നിസ്കാരം ബാത്തിലാകും. ഓക്കെ. മാത്രമാണോ ഇത്തികാഫിൻ്റെത്? എല്ലാ സമയത്തും ഇത്തികാഫിന്റെ സാധാരണ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഇത്തികാഫിന് കിട്ടുമോ അതോ റമദാന് മാത്രമാണോ കിട്ടുന്ന ഉസ്താദ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ശബ്ദം കുറച്ച് കുറവായിരുന്നു, എനിക്ക് കേൾക്കുന്നുണ്ട്. റമദാനിൽ മാത്രമാണോ ഏത്തിക്കാഫ്, അതല്ല എല്ലാ സമയത്തും ഏത്തിക്കാഫ് ചെയ്താൽ കൂലി കിട്ടുമോ എന്നാണ് ആ സഹോദരൻ ചോദിച്ചത്. റമദാനിൽ മാത്രമോ അല്ലാത്ത മറ്റു സുന്നത്ത് നോമ്പുള്ള സമയത്ത് മാത്രമോ അല്ല ഏത്തിക്കാഫ് സുന്നത്ത്. ഏത് സമയത്തും ഒരു പള്ളിയിൽ പ്രവേശിച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അത് വുദൂഓട് കൂടിയായാൽ നന്ന്, വുദൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഏത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അതിനൊക്കെ ഏത്തിക്കാഫിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ഒരു തുമനീനത്ത്,
സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ സമയം എത്രയാണോ അത്രയും സമയത്തിൽ കൂടുതൽ എത്ര ഉണ്ടെങ്കിലും അതൊക്കെ എത്തിക്കാഫാവും എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് സമയമേ പള്ളിയിൽ കിട്ടൂ. എന്നാൽ ആ 1 മിനിറ്റ് സമയം എത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്താൽ അതിനും കൂലി കിട്ടും. റമളാൻ മാസത്തിൽ പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. എല്ലാ സമയത്തും സുന്നത്തുണ്ട്, റമളാൻ മാസത്തിൽ പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. എന്നതുപോലെ നോമ്പോട് കൂടിയും എത്തിക്കാഫ് ചെയ്യാം, നോമ്പില്ലാതെയും എത്തിക്കാഫ് ചെയ്യാം. പക്ഷെ നോമ്പോട് കൂടി എത്തിക്കാഫ് ചെയ്യൽ പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലും എത്തിക്കാഫ് ചെയ്യാം, അല്ലാത്ത ദിവസങ്ങളിലും എത്തിക്കാഫ് ചെയ്യാം. വെള്ളിയാഴ്ച കൂടുതൽ പ്രതിഫലം കിട്ടുന്നതായതുകൊണ്ട് അന്ന് പ്രത്യേകം സുന്നത്തുണ്ട്, അല്ലാത്ത സമയത്തും സുന്നത്തുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴൊക്കെ ഒരു പള്ളിയിൽ പ്രവേശിക്കുന്നോ ആ പ്രവേശിക്കുന്ന സമയത്തൊക്കെ എത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യൽ സുന്നത്തായതും എത്ര സമയമാണോ നമ്മൾ അവിടെ ചെലവഴിച്ചത് ആ സമയം എത്തിക്കാഫിന്റെ പ്രതിഫലം കിട്ടുന്നതും ആവുന്നു. ഉസ്താദിന്റെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചിട്ട് തന്നെയാണ്. നിസ്കാരത്തിൽ മറ്റേ എത്തിദാലിൽ നിന്ന് റുക്കൂലേക്ക് പോകുമ്പോ കൈ പൊന്തിച്ചിട്ട് റുക്കൂലേക്ക് പോണോ അല്ല കൈ പൊന്തിക്കാതെ പോണോന്ന് ചോദിച്ചു. ഞാൻ റുക്കൂലേക്ക് കൈ പൊന്തിച്ചാ പോരാ, ഒരാള് പറയുന്നിട്ട് എങ്ങനെ പാടില്ലാന്ന് ഉസ്താദ് വിശദീകരിച്ചു തന്നു. അതേമാതിരി തന്നെ സുജൂദ് കഴിഞ്ഞിട്ട് നേരെ എത്തിദാലിക്ക് വരുമ്പോഴും കൈ പൊക്കിയിട്ട് കിട്ടണം എന്നുള്ള സ്ഥിതികളാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹീഹായ ധാരാളം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിസ്കാരത്തിൽ 4 സന്ദർഭങ്ങളിൽ ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. ഒന്ന്, ഫസ്റ്റിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. 2, എല്ലാ റക്അത്തിലും റുക്കൂയിലേക്ക് കുനിയുന്ന സമയത്ത് കൈ രണ്ടും ചുമലിന്റെ നേരെ ഉയർത്തിയതിന് ശേഷം റുക്കൂയിലേക്ക് പോകലാണ് സുന്നത്ത്. അപ്പൊ 2 സ്ഥലായില്ലേ? ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത്, 2 റുക്കൂയിലേക്ക് കുനിയാൻ പോകുന്ന സമയത്ത്, മൂന്നാമത്തേത് റുക്കൂയിൽ നിന്ന് എത്തിദാലിലേക്ക് ഉയരുന്ന സമയത്ത് നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് ചൊല്ലുന്നുണ്ടല്ലോ, ആ സമയത്ത്. നാലാമത്തേത് 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങളിൽ അഥവാ 3ഓ 4ഓ റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ആദ്യത്തെ റക്അത്തിലെ രണ്ടാം റക്അത്തിലെ ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ചുമലിന്റെ നേരെ കൈ ഉയർത്തൽ. എല്ലാ സമയത്തും സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വരുമ്പോൾ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തില്ല. എന്നാൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞ് 3ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ചുമലിന്റെ നേരെ കൈ ഉയർത്തിക്കെട്ടൽ സുന്നത്തുണ്ട്. അപ്പോ ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് കൈ ചുമലിന്റെ നേരെ ഉയർത്തുക, 2 റുക്കൂയിലേക്ക് കുനിയുന്ന സമയത്ത് കൈ ചുമലിന്റെ നേരെ ഉയർത്തുക, 3 റുക്കൂയിൽ നിന്ന് ഇത്തിദാലിലേക്ക് വരുന്ന സമയത്ത് കൈ ചുമലിന്റെ നേരെ ഉയർത്തുക, 4ാമത്തേത് ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് 3ാം റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് കൈ ചുമലിന്റെ നേരെ ഉയർത്തുക. ഈ 4 സമയത്തും കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ മുഅക്കദായ സുന്നത്താണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉൾപ്പെടെയുള്ള മഹാന്മാർ റിവായത്ത് ചെയ്ത ധാരാളം സഹീഹായ ഹദീസുകളിൽ ഈ 4 സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമലുകൾക്ക് നേരെ കൈ ഉയർത്തിയതായി സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹനഫി മദ്ഹബില് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മാത്രമേ കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്തുള്ളൂ എന്നാണ് അവരുടെ മദ്ഹബിന്റെ കാഴ്ചപ്പാട്, ഹനഫി മദ്ഹബിൽ. അപ്പൊ റുക്കൂയിലേക്ക് പോകുമ്പോഴായാലും റുക്കൂയിൽ നിന്ന് ഇത്തിദാലിലേക്ക് വരുമ്പോഴായാലും ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴായാലും ഹനഫികള് കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തിക്കെട്ടാറില്ല. അത് നമുക്ക് ബാധകമല്ല. ഷാഫി മദ്ഹബിൽ ഈ 4 സമയത്തും കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തൽ സുന്നത്താണ്. അതിന് ഒരുപാട് സഹിഹായ ഹദീസുകൾ തെളിവും ഉണ്ട്. ഒരാള് സുന്നത്ത് നോമ്പ് നേർച്ചയാക്കി, ഏകദേശം മുഹറം 10 ദിവസം 1 മുതൽ 10 വരെയുള്ള നോമ്പ് സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കാൻ വേണ്ടി നേർച്ചയാക്കി.
അയാൾക്ക് ആ സമയത്ത് നോൽക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ പിന്നെ അത് നോറ്റ് വീട്ടിയാൽ മാത്രം മതിയോ, വേറെ എന്തെങ്കിലും കഫാറത്തിന് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് അറിയാൻ ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം. ആ, ഒരു നിശ്ചിത ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയാൽ വല്ല ഉദുറും ഉണ്ടായിട്ടാണ് നോമ്പ് അന്ന് നോൽക്കാൻ കഴിഞ്ഞാൽ പോയത് എങ്കിൽ ഒരു തെറ്റുമില്ല, അയാള് കള വീട്ടിയാൽ മതി. പക്ഷെ ദിവസം നിശ്ചയിച്ച് ഉദാഹരണം മുഹറം 1 മുതൽ 10 വരെ എന്ന് നേർച്ചയാക്കിയിരുന്നു. പക്ഷെ അന്ന് എന്തൊക്കെ യാത്ര സംബന്ധമായ കാരണങ്ങളാലോ രോഗസംബന്ധമായ കാരണങ്ങളാലോ നോൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കുഴപ്പമില്ല, മറ്റൊരു സമയത്ത് ആ നോമ്പ് ഖളാ വീട്ടു, ആ നേർച്ചയാക്കിയ നോമ്പിനെ ഖളാ വീട്ടുന്നു എന്ന നെയ്യത്തോടു കൂടി ഖളാ വീട്ടിയാൽ മാത്രം മതി, കഫാറത്തുകളൊന്നും ചെയ്യാൻ ഇല്ല. ഇനി അങ്ങനെയൊന്നും എതിരില്ലാതെ വെറുതെ ഖളാ ആ സമയത്ത് നോറ്റില്ല, എന്നാൽ പിന്നെ ഖളാ വീട്ടും വേണം, ചെയ്തത് തെറ്റായി അതിന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും വേണം, എന്നാലും കഫാറത്തൊന്നും വേണ്ട. മനസ്സിലായില്ലേ? രോഗം യാത്ര പോലെയുള്ള എതിർ കൊണ്ടാണ് നോൽക്കാതെ പോയതെങ്കിൽ അയാൾക്ക് തെറ്റില്ല, അതുകൊണ്ട് ഖളാ വീട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഒരു എതിറും ഇല്ലാതെ നേർച്ചയാക്കിയ ദിവസം നോമ്പ് നോൽക്കാതിരുന്നത് തെറ്റാണ്, അതിന് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം, ഖളാ വീട്ടുകയും വേണം. മനസ്സിലായില്ലേ? മറ്റ് കഫാറത്തുകളൊന്നും ഇല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇന്നത്തെ വിഷയമായിട്ടുള്ള ഒരു സംശയം തന്നെയാണ് ചോദിക്കുന്നത്. മാഷാ അല്ലാഹ്, ഇത്തിക്കാഫുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ ഇന്ന് ഉസ്താദ് ക്ലാസ് എടുത്തത്. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഇപ്പൊ ഒരാള് തുടർച്ചയായിട്ട് ഇപ്പൊ 5 ദിവസം തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ചു. അങ്ങനെ അവിചാരിതമായ ഒരു ദിവസം അയാൾക്ക് പള്ളിയിൽ പോയി ഇത്തിക്കാഫ് ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നാൽ ആ ഒരു ദിവസം ഇത്തിക്കാഫ് ഇരിക്കാത്തതിനായിക്കോലെ കുറ്റം കിട്ടുമോ? അതല്ല, അതുപോലെ തന്നെ ഇപ്പൊ 5 ദിവസമൊക്കെ ഒന്നായിട്ട് ഇത്തിക്കാഫ് നിയ്യത്ത് വെച്ചുകൊണ്ട് ഇത്തിക്കാഫ് ഇരിക്കുകയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേക കൂലി അധികം ഉണ്ടോ? അതോ സാധാരണ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോഴൊക്കെ ഇത്തിക്കാഫിന്റെ നിയ്യത്ത് വെച്ചാണല്ലോ ഇരിക്കാറുള്ളത്. നിയ്യത്ത് അങ്ങനെ അതിനൊക്കെ കൂടോ? അങ്ങനെ ഒരു ദിവസം ഇപ്പൊ ഇന്ന് നമ്മൾ അറിയാതെ ഒരു വിധിയെന്ന് ഉസ്താദ് പറഞ്ഞു. അസ്സലാമു അലൈക്കും. ആ, തുടർച്ചയായ ദിവസങ്ങൾ ഇത്തിക്കാഫിന് ഒരാള് നിയ്യത്ത് ചെയ്തു, നേർച്ചയാക്കിയിട്ടൊന്നുമില്ല. എന്നാൽ ആ തുടർച്ചയായ ആ നിശ്ചിത ദിവസങ്ങൾ പൂർത്തിയാക്കൽ സുന്നത്താണ്. ഇനി വല്ല സംഗതി വശാലും പൂർത്തിയാക്കാതെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ അതിന് പ്രത്യേകിച്ച് കഫാറത്തൊന്നും ചെയ്യേണ്ടതില്ല, ഖളാ വീട്ടൽ നിർബന്ധവും ഇല്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ 2 ദിവസത്തിന്റെ കൂലിയെ കിട്ടുള്ളൂ എന്ന് മാത്രം, വേർത്തില്ല. ഇപ്പൊ ഒരാളിപ്പോ ഉദാഹരണം ഏതുപോലെ എന്ന് വെച്ചാല് 11 റക്അത്ത് വിത്രിസ്കരിക്കണം എന്ന് കരുതിയിരുന്നു, അങ്ങനെ 2 റക്അത്ത് നിയ്യത്ത് ചെയ്തു, അത് നിസ്കരിച്ചു, സലാം വീട്ടി, പിന്നെ 2 റക്അത്തോടെ നിസ്കരിച്ചു, അത് നിസ്കരിച്ചു, സലാം വീട്ടി. ഇന്നപ്പോ മതി തോന്നി 1 റക്അത്തോടെ നിസ്കരിച്ച് 5 ആക്കി, ആ 5ന്റെ കൂലി കിട്ടുള്ളൂ. 11 കരുതിയിരുന്നു നേരത്തെ, പക്ഷേ 11 പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അപ്പൊ 11ന്റെ കൂലി കിട്ടിയില്ല. എന്നതുപോലെ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കാൻ നേർച്ചയാക്കിയ ഫർളാവും, അല്ലാതെ കരുതി, അപ്പൊ സുന്നത്ത് തന്നെ ആവുള്ളൂ. 5 ദിവസം തുടർച്ചയായിട്ട് ഇത്തിക്കാഫ് ഇരിക്കൽ കരുതിയപ്പം 5 ദിവസം ഇത്തിക്കാഫ് ഇരിക്കൽ സുന്നത്തായി. അങ്ങനെ അവൻ തുടങ്ങി. പക്ഷെ പൂർത്തിയാക്കാൻ കഴിയാതെ 1-2 ദിവസം പൂർത്തിയാക്കാൻ കഴിയാതെ ഇടക്ക് വെച്ച് നിർത്തിപ്പോയാൽ ചെയ്തതിന്റെ കൂലി കിട്ടുള്ളൂ, ബാക്കി പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല, അതിന് പ്രത്യേകിച്ച് കഫാറത്തൊന്നും ചെയ്യേണ്ടതും ഇല്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞത്, നമ്മൾ പള്ളിയിൽ കയറുമ്പോഴൊക്കെ 5 മിനിറ്റ് ആണെങ്കിലും ഇത്തിക്കാഫിനെ കരുതലുണ്ട്, അത് വേണം. അതാണോ അതല്ല ഒരു ദിവസം പൂർത്തിയായിട്ട് ഇത്തിക്കാഫ് ചെയ്യലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പതിവായിട്ട് ദിവസങ്ങളോളം തുടർച്ചയായിട്ടുള്ള ഇത്തിക്കാഫ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് സാധിക്കുന്നവർക്ക് അതാണ് കൂടുതൽ ഉത്തമം. ഉദാഹരണം, ഒരു ദിവസം പൂർത്തിയായിട്ട്
അല്ലെങ്കിൽ ഒരാഴ്ച പൂർത്തിയായിട്ട് എത്തിക്കാഫിരിക്കാൻ കഴിയുന്നവർക്ക് അതാണ് ഏറ്റവും ഉത്തമം. സാധിക്കാത്തവർ എത്ര കുറച്ച് സമയം ചെയ്താലും ആ ചെയ്തതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. എന്നാൽ നേർച്ചയാക്കിയാൽ അത് ഫറലാവും. അത് ആ ദിവസം പൂർത്തിയാക്കണം. സംഗതി വശാൽ പൂർത്തിയാക്കാൻ പറ്റാതെ വന്നാൽ അത് ഖളാ വീട്ടുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ജമാഅത്ത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട സംശയമാണ്. നമ്മളൊരു ഇമാമിനെ തുടർന്ന് ഇമാമ 3 ഫർള് അങ്ങ് മുന്നിട്ട് പോയാൽ നമ്മൾ ആ റക്അത്ത് നഷ്ടപ്പെട്ടു എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞ് റുക്കൂലും പോയി എത്തിയതാലും പോയി സുജൂദും വന്നു, അപ്പോഴത്താണ് നമുക്ക് ഫാത്തിഹ തീർന്നത്. അപ്പൊ നമുക്ക് റക്അത്ത് നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മൾ ഇമാമിനെ പിന്നെ തുടരേണ്ടത് എവിടെയാണ്? നിലവിലുള്ള അവസ്ഥയിൽ തുടരണോ, അല്ല നമ്മൾ റുക്കോ എത്തിയതാലും ഇങ്ങനെ കൊണ്ടുവരണോ, അല്ല ഇമാമ നിലവിലുള്ള അവസ്ഥയിലാണോ തുടരേണ്ടത് എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ ആ മൈക്കിന് എന്തോ ഒരു വല്ലാത്ത പരപരപ്പുണ്ട്, ശബ്ദത്തിന് ഒച്ചല്ല ഉണ്ട്, പക്ഷെ എന്തോ ഒരു പരപര ശബ്ദം വല്ലാതെ ഉണ്ട്. ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന വ്യക്തി അല്പം സാവകാശം മാത്രമാണ് ഇയാൾ ഫാത്തിഹ ഓതാൻ കഴിയൂ. ഇമാം കുറച്ച് വേഗത്തിൽ ഓതുന്ന ആളാണ്. എന്നാൽ 2 രീതി ഇമാമിനെ വിട്ട് പിന്തുന്നോർത്ത് പറയും. ശറഅ അനുവദിക്കുന്ന ഉദ്റ് കൊണ്ട് ഒരാള് പിന്തിയാൽ ദീർഘമായ 3 ഫർള് വരെ പിന്താം എന്ന് പറഞ്ഞാൽ, ഉദ്റുള്ള ഒരു മനുഷ്യൻ, ഉദ്റുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതാൻ മറന്നു, അല്ലെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് സമയം കിട്ടുമല്ലോ അപ്പോ ഓതാം എന്ന നിലക്ക് കാത്തു നിന്നു. പക്ഷെ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ റുക്കൂയിൽ പോയി, അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ ഫാത്തിഹ ഓതി എന്നുള്ള ധാരണയിൽ നിന്നു. പക്ഷേ ഇമാമ് റുക്കൂയിൽ പോകുന്ന സമയത്താണ് ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പൊ ഫാത്തിഹ ഓതാൻ വേണ്ടി നിന്നു. ഇങ്ങനെ ഉദ്റ് കൊണ്ട് പിന്തുകയാണെങ്കിൽ ഇമാമ് റുക്കൂയെ കഴിഞ്ഞ് ഇഅ്തിദാലും കഴിഞ്ഞ് 1ാമത്തെ സുജൂദും കഴിഞ്ഞ് 2ാമത്തെ സുജൂദിലേക്ക് ഇമാമ് പോയി ആ സുജൂദിൽ നിന്ന് കഴിയുന്നതിന് മുമ്പ് ഈ മഅ്മൂമ് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂയിലെത്തിയാൽ മതി. ഇമാമിന്റെ അടുത്ത് എത്തിക്കൊള്ളുന്നില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇമാമ് കുറച്ച് സ്പീഡ് കൂടിയ ആളുമാണ്, മഅ്മൂമാണെങ്കിൽ വളരെ സാവകാശം മാത്രം ഓതാൻ പറ്റുന്ന ആളുമാണ്. അങ്ങനെ ഇമാമ് റുക്കൂഉം ഇഅ്തിദാലും സുജൂദും ഇടയിലിരുത്തും 2ാമത്തെ സുജൂദും കഴിഞ്ഞു. അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് സുജൂദിൽ നിന്ന് തല പൊക്കി നൃത്തത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. അപ്പോഴും ഇയാളെ ഫാത്തിഹ കഴിഞ്ഞ് റുക്കൂയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇനി അയാൾ റുക്കൂയിൽ പോകാൻ പാടില്ല. ഇമാമിന്റെ കൂടെ അടുത്ത റക്അത്തിന്റെ ഖിയാമിൽ ഇമാമിനെ കൂടുകയും ഫാത്തിഹ ഓതുകയും ചെയ്യുക. എന്നിട്ട് ഇമാമിന്റെ കൂടെ 2ാമത്തെ റക്അത്തിൽ ഇമാം റുക്കൂയിൽ പോകുമ്പോൾ ആ കൂട്ടത്തിൽ റുക്കൂയിൽ പോവുക. എന്നിട്ട് ഇമാം നിസ്കരിച്ച് സലാം വീട്ടിയതിന്റെ ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടായിരുന്നു. സഹോദരൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു പോവുകയാണ്. ഈ സഫറിൽ നിസ്കാരം ജമാക്കുന്ന ആൾക്ക് സാധാരണഗതിയിൽ ഈ സഫറിന്റെ 132 കിലോമീറ്ററിന്റെ കണക്കില്ല, അവര് മഹല്ല് കിട്ടാതെ തന്നെ അവർക്ക് ജമക്കാം എന്ന് മഹല്ലിലുണ്ടെന്ന് ഒരാൾ നമ്മുടെ ഒരു കൂട്ടുകാരനോട് തർക്കിക്കുകയുണ്ടായി. അത് അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ സാധാരണ 132 കിലോമീറ്റർ തന്നെ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണോ ആ പരിധി ഉള്ളതെന്ന് അറിയിച്ചു നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ യാത്ര പോകാൻ കരുതി പുറപ്പെട്ട ഒരു വ്യക്തി 132 കിലോമീറ്റർ എത്തിക്കൊള്ളണമെന്നില്ല. ഇയാൾ പോകുന്ന യാത്ര 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ ആ പുറപ്പെട്ട വ്യക്തി അയാളുടെ സ്വന്തം നാട്ടിന്റെ അതിർത്തി, മഹല്ലിന്റെ അതിർത്തി വിട്ട് കടന്നോടം മുതൽ
ജമ്മും കസറും ആക്കാൻ പറ്റും. എവിടെ എത്തിക്കൊള്ളുന്നില്ല. ഈ 132 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം എന്നല്ല, യാത്രയുടെ ലക്ഷ്യം 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള സ്ഥലത്തേക്കാണ്. എന്നാൽ സ്വന്തം നാട്ടിന്റെ അതിർത്തി വിട്ടുകടന്നോടെ മുതൽ ജമ്മും കസറും ആക്കാൻ പറ്റും. അത് തിരിച്ച് സ്വന്തം നാട്ടിന്റെ അതിർത്തിയിലേക്ക് തിരിച്ചു വരികയോ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തുടർച്ചയായി പൂർണ്ണമായി 4 ദിവസമോ എണ്ണം കണക്കാത്ത തുടർച്ചയായ ദിവസങ്ങളോ താമസിക്കാൻ കരുതുകയോ ചെയ്യുന്നത് വരെ കസറും ജമ്മും ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോ മഹലിന്റെ അതിർത്തി വിട്ടോടം മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞത് അതന്നെയാണ് ശരി. പക്ഷേ മൊത്തം യാത്രയുടെ ലക്ഷ്യം 132 കിലോമീറ്ററിൽ കുറയാത്ത ദൂരമുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ട ആളായിരിക്കണം. എന്നിട്ട് അയാളുടെ സ്വന്തം നാട്ടിന്റെ അതിർത്തി വിട്ടുകടന്നതിന് ശേഷം ആയിരിക്കുകയും വേണം. ഓക്കെ, ഒരാളുകൂടി ഉണ്ട് കൈപൊക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പ് ഉസ്താദ് മൈക്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവസാനിക്കും. അല്ലെങ്കിൽ തന്നെ 6 മണി വരെ കരുതിയിട്ട് തന്നെ ഉള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓൺലൈൻ ബ്രദർ മൈക്കെടുക്കാത്തത് കൊണ്ടാണ് അവിടെ ഡെസ്കിലില്ല എന്നാണ് തോന്നുന്നത്. ഉസ്താദെ, പിന്നെ നമ്മൾ നേരത്തെ കിതാബിൽ വലിൽ മുത്തഖിഫിൽ ഖുറൂജ് മിന തതവ്വുഇ, അതായത് സുന്നത്തായിരിക്കുന്ന ഇത്തിക്കാഫിനേക്കാളും ശ്രേഷ്ഠമുള്ളതൊക്കെ ഉണ്ടാവാമെന്നൊരു സാധ്യത പറഞ്ഞല്ലോ. കുടുംബക്കാരനായിരിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ പിന്നെ അയൽവാസിയെയോ കൂട്ടുകാരനെയോ ഒക്കെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുന്നത്തായ ഇത്തിക്കാഫിനേക്കാളും ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഔജഹായിരിക്കുന്ന ഇമാം ബുൽഖനി തങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വലിയൊരു കൂട്ടുപ്രാർത്ഥന സംഗമവേദി, അതുപോലെ തന്നെ ഇൽമ് ലഭിക്കുക, കൂടെ ഇത്തിക്കാഫും ലഭിക്കാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും നമുക്ക് ആ സ്വന്തമായിട്ടുള്ള ഈ ഇത്തിക്കാഫിനേക്കാളും ശ്രേഷ്ഠത ഈ വിഷയങ്ങളൊക്കെ അടങ്ങിയതിനും കൂടി ലഭിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ഓരോന്ന് എണ്ണി പറയണ്ട. 2 സുന്നത്തായ കാര്യങ്ങൾ, ഇത്തിക്കാഫാവുന്ന സുന്നത്ത്, മറ്റ് മുഅക്കദായ വേറെ സുന്നത്തുകൾ. ഈ സുന്നത്തുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ മുഅക്കദായ സുന്നത്ത് ഇത്തിക്കാഫ് ആവുന്നിടത്ത് ആ ഇത്തിക്കാഫിൽ തുടരലാണ് മറ്റുള്ള സുന്നത്തുകൾക്ക് പോകുന്നതിനേക്കാൾ അഫ്ദൽ. അതേ സമയത്ത് കൂടുതൽ ഈ ഇത്തിക്കാഫിനേക്കാളും കൂടുതൽ അഫ്ദലായ സുന്നത്തുകളുടെ കുറെ കാര്യങ്ങൾ തന്നെ കിട്ടുമെങ്കിൽ ഈ സുന്നത്ത് പൂർത്തിയാക്കുന്നതിനേക്കാൾ ആ കുറെ സുന്നത്തുകൾ കിട്ടുന്ന അതിന് മുൻഗണന കൊടുക്കലാണ് അഫ്ദൽ. രണ്ടും ജായിസാവുന്നതോടുകൂടെ അഫ്ദലിയത്ത് കൂടുതൽ മുഅക്കദ് ഏതാണോ എന്ന് നോക്കിയിട്ടാണ് എന്നാണ് ഇമാം ബുൽഖനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ബാക്സ് ചെയ്തതനുസരിച്ച് പറഞ്ഞ ഔജഹായിരിക്കുന്ന. അതിൽ ഇന്ന പേരൊന്നും പറയണ്ട. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സുന്നത്തുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട് കൂടുതൽ മുഅക്കദ് ഏതാണോ അതിന് മുൻഗണന കൊടുക്കലാണ് മറ്റേതിനെക്കാട്ടിലും അഫ്ദൽ. ഞാനാ പുതിയ ആളുകളൊന്നും കൈവക്കണ്ട, കീശേരി ലൈവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂലാക്കുമാറാകട്ടെ. വീഴ്ചകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.